بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار. وترى المجرمين يومئذ مقرنين في الأصفاد، سرابيلهم من قطران وتغشى وجوههم النار، ليجزي الله كل نفس ما كسبت، إن الله سريع الحساب. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا خير من دفنت بالقاع عظمه، فطاب من طيبهن القاع واللكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. واعلموا يا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. സമാദരണീയരായ നമ്മുടെ ഈ മഹലിൻ്റെ നേതൃത്വം അഭിവന്യരായ ദാരിമി ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് അന്തിയുറങ്ങുന്ന മഹാനവറുകളുടെ പേരിലുള്ള ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഇൽമിൻ്റെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രത്യേകമായി ബറാഅത്ത് രാവ് വളരെ ശ്രേഷ്ഠമായ പവിത്രധന്യമായ രാത്രികളിൽ ഒരു മുസ്ലിം വളരെയധികം ബഹുമാനിക്കുകയും കഴിവിൻ്റെ പരമാവധി ഹയാത്താക്കുകയും ചെയ്യേണ്ട രാത്രി എന്ന് മഹാന്മാർ വിശേഷിപ്പിച്ച രാവും കൂടിയാണ്. നമ്മുടെ ഈ ഇരുത്തവും
കുറഞ്ഞ നേരമാണെങ്കിലും നാം പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എന്നിൽ അർപ്പിതമായിരിക്കുന്നത് ഒരു നീണ്ട വിഷയമാണ്. ഒരാഴ്ച സംസാരിച്ചാലും എങ്ങുമെത്താത്ത ഒരു വിഷയം. ബറക്കത്തിന് വേണ്ടി അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം പറയാനേ നമുക്ക് നേരമുണ്ടാവുകയുള്ളൂ. മഹ്ശർ എന്ന് പറയുന്നത് നാമൊക്കെ വിശ്വസിക്കുന്ന ഒരു ലോകമാണ്. മരണത്തിന് ശേഷം ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിനാണ് മഹ്ശർ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിനെ പറ്റി പറഞ്ഞ ആയത്ത് ഇന്ന് നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ പലതവണ ആവർത്തിച്ച് ഓതി. വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസതൻ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദ. പർവ്വതങ്ങൾ അതിൻ്റെ ആണിക്കല്ല് മുഴുവനും പറിച്ചെടുത്ത് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പാറിപ്പറക്കുന്ന രംഗം നിങ്ങൾ കാണുന്ന ഒരു ദിവസം. വതറൽ അർള ബാരിസ, അന്ന് ഭൂമി മറകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ തുറന്ന രീതിയിൽ കാണാൻ പറ്റും. കെട്ടിടങ്ങളില്ല, മരങ്ങളില്ല, മലകളില്ല, മറകളില്ല. ഒരു ഭാഗത്തുനിന്ന് നോക്കിയാൽ മറ്റൊരു ഭാഗത്തേക്ക് ഒരു തടസ്സവും ഇല്ലാതെ നീണ്ട് പരന്ന് കിടക്കുന്ന പ്രവിശാലമായ ഭൂമി. ഒരു തടസ്സവുമില്ല കാണാൻ. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ, എത്ര ദൂരത്തേക്ക് നോക്കിയാൽ കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്നൊരു ഭൂമി. ഹശർനാഹും, മനുഷ്യരെയും ജിന്നുകളെയും ജീവജാലങ്ങളെയും നാം ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിർ മിൻഹും അഹദ, ഒരാളെയും നാം വിട്ടുകളയുകയില്ല. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഇന്ന് ഭൂമിയിൽ തെരഞ്ഞിട്ട് കാണാത്ത ആളുകളെയും അന്ന് കാണാൻ പറ്റും. പലരെയും അഡ്രസ് ഇല്ലാതെ പോയിട്ടുണ്ട്. ചില ആളുകളെയൊന്നും കാണാതെ ആയിട്ട് മയ്യിത്ത് നിസ്കരിക്കാൻ പോലും പറ്റാതെ ആയിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും അവിടെ കാണാൻ പറ്റും. എല്ലാവരെയും മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ഇന്നകും മഹ്ശൂറൂന യൗമൽ ഖിയാമത്തി ഹുഫാത്തൻ ഉറാത്തൻ ഗുർല. ഖിയാമത്ത് നാളിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടും. ഹുഫാത്തൻ, നഗ്നപാതരായിട്ട്, ചെരുപ്പ് ധരിക്കാത്തവരായിട്ട്. ഉറാത്തൻ, നഗ്നരായിട്ട്, ആണും പെണ്ണും ഒരാളും വസ്ത്രം ധരിക്കാത്തവരായിട്ട്. ഗുർലൻ, ചേലാകർമ്മം മാർക്കം ചെയ്യാത്തവരായിട്ട്. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ആദ്യഘട്ടത്തിൽ നാം സൃഷ്ടിച്ചതുപോലെ നാം മനുഷ്യനെ മടക്കിക്കൊണ്ടുവരും. നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമ്മളെ കാലിൽ ചെരുപ്പുണ്ടോ? ഇല്ല. ശരീരത്തിന് തുണിയുണ്ടോ? ഇല്ല. ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിൽ ജനിച്ച ആളുകളുണ്ട്, അവരങ്ങനെ വരും. അങ്ങനെയല്ലേ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭൂമിയിലേക്ക് വന്ന ശേഷം ചേലാകർമ്മം നിർവഹിക്കപ്പെട്ടതല്ലല്ലോ. വലദത്തുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദൂ. ഉലിത്തു മഖ്തൂനൻ, ഞാൻ ജനിച്ചപ്പോൾ തന്നെ മാർക്കം ചെയ്യപ്പെട്ട രീതിയിലാണ്. നമ്മളൊന്നും അങ്ങനല്ല. നമ്മൾ മാത്രല്ല, അമ്പിയാക്കളിൽ മറ്റു പലരും. വലിയ ഒരു പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനവർകളാണ് അവരുടെ ഖിതാൻ മാർക്കം ചെയ്തത്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ എൻ്റെ മാർക്കം ചെയ്യുമ്പോൾ എനിക്ക് 80 വയസ്സായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് പറ്റുന്ന ഒരു ഉപകരണം ഖദ്ദൂം എന്ന് പറയും. അർത്ഥം വെക്കുമ്പോ ഉളിയെന്നും ചാട്ടുളിന്നൊക്കെ പറയാൻ പറ്റും. അതെടുത്ത് ഞാൻ തന്നെ എൻ്റെ ചേലാകർമ്മം ചെയ്തു, വേറെ ആൾ ചെയ്തതല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെ ചെയ്തതാണ്. ഇഖ്തതന ബിൽ ഖദ്ദൂമി വഹുവ ഇബ്നു 80 സന. അന്ന് മഹാനവറുകൾക്ക് 80 വയസ്സാണ്. ആ പ്രായത്തിലാണ് ചേലാകർമ്മം ചെയ്തത്. അപ്പൊ അവരും അങ്ങനെയുള്ള ജനിക്കുമ്പോൾ ഖിതാൻ ചെയ്യപ്പെടാത്തവരൊക്കെ അതേ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മറയില്ലാത്ത രൂപത്തിൽ വരുമ്പോൾ യൻളുറു ബഅ്ളുഹും ഇലാ ബഅ്ൾ, ചിലരിലേക്ക് നോക്കൂലേ എന്ന് ചോദിച്ചു. പുരുഷന്മാര് സ്ത്രീകളിലേക്കും സ്ത്രീകള് പുരുഷന്മാരിലേക്കും നോക്കൂലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ അംറു അശദ്ദു മിൻ അൻ യുഹിമ്മഹും ദാലിക്. അന്ന് മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഒരാൾക്കും ഒരാളെയും നോക്കാൻ കഴിയുന്ന രൂപത്തിലല്ല അവസ്ഥ, അതിനേക്കാൾ ഗൗരവമായ രൂപത്തിലാണ്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് മുഅ്മിനീങ്ങളെ, ഖബറിൽ നിന്ന് ഞാനും നിങ്ങളുമൊക്കെ എഴുന്നേറ്റ് വരുമ്പോ നമ്മുടെ കൂടെ മഹ്ശറിലേക്ക് 2 ആളുകൾ നമ്മോടൊപ്പമുണ്ടാകും. നിങ്ങളെ എല്ലാവരുടെ കൂടെയും 2 ആളുകൾ ഉണ്ടാകും. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പുറം ലോകത്തെത്തിയാൽ ഓരോ ശരീരത്തിന്റെ കൂടെയും 2 ആളുകളുണ്ട്. ഒന്ന് സായിഖ്, മഹ്ശറിലേക്ക് നമ്മെങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്ന ആള്. മറ്റൊന്ന് ഷഹീദ്, നമുക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി നിൽക്കുന്ന ആള്. രണ്ടും 2 മലക്കുകളാണ്. ഒരു മലക്ക് നിൽക്കാനായിട്ടില്ല. നമ്മുടെ സ്ഥലത്തേക്ക് എത്തുന്നത് വരെ നമ്മെ എങ്ങനെ കൊണ്ടുപോകും? എവിടെയാണോ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടേക്ക് എത്തുന്നത് വരെ. അത് തന്നെ മറ്റൊരു മലക്കുണ്ടല്ലോ കൂടെ. ആ മലക്ക് പറയും, അനുകൂലമായി ദുനിയാവിൽ പ്രവർത്തിച്ച ആളാണെങ്കിൽ അവനോട് പറയും, നീ ദുനിയാവിൽ ഒരുപാട് ഖൈർ ചെയ്ത ആളല്ലേ, ഒരുപാട് നന്മകൾ ചെയ്ത ആളല്ലേ, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടതില്ല, മുന്നോട്ട് നടന്നോളൂ. അതേ സമയത്ത് ദുനിയാവിൽ അശ്രദ്ധനായി ജീവിച്ച ആളോട് പറയും, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. മഹ്ശർ പറഞ്ഞപ്പോ, ഖിയാമത്ത് നാള് പറഞ്ഞപ്പോ, ഇവിടെ ഒരുപാട് ഭയാനകതയുണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്നും വിശ്വസിക്കാതെ ശ്രദ്ധിക്കാതെ ജീവിച്ച ആളല്ലേ, കണ്ണു തുറന്നൊന്ന് നോക്കൂ എങ്ങനെയുണ്ട്. ഇങ്ങനെ ഒരു ലോകം വരാനുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? ഒരുങ്ങണമെന്നും തയ്യാറാകണമെന്നും പറഞ്ഞിരുന്നില്ലേ? അന്ന് നീ അതിനു വേണ്ടിയൊന്നും പരിശ്രമിച്ചില്ലല്ലോ. ഫബസറുകൽ യൗമ ഹദീദ്. ഇന്ന് നിന്റെ കണ്ണുകൊണ്ട് നീയൊന്ന് നോക്കണം. നിന്റെ കാഴ്ചക്ക് നല്ല മൂർച്ചയാണ്, നിന്റെ ദൃഷ്ടിക്കൊരു തകരാറുമില്ലല്ലോ. അള്ളാഹു പറഞ്ഞ ലോകം കണ്ടില്ലേ? ഭൂമിയെ ഭൂമിയല്ലാത്ത രൂപത്തിലും ആകാശത്തെ ഇക്കാണുന്ന രൂപമല്ലാത്ത രൂപത്തിലും മാറ്റിമറിച്ച ഒരു നേരമാണ് നമ്മൾ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നേരം. പുറത്ത് എത്തലോടുകൂടെ ഓരോരുത്തരും പല ഭാഗത്തേക്കുമായി മുകളിലേക്കുള്ള ഒരു തുറിച്ച നോട്ടമുണ്ട്. മുകളിലേക്ക് മനുഷ്യൻ നോക്കുന്നത് എത്രമാത്രം ഭയപ്പാടോടെയാണ് സഹോദരങ്ങളെ. മേൽഭാഗത്തേക്കുള്ള നോട്ടം ഒരിക്കലും തായോട്ടാകാത്ത രൂപത്തില് അത്രയും ഭയവിഹ്വലതയിലാണ് ആളുകൾ മുന്നോട്ട് നീങ്ങുന്നത്. യൗമ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ മേൽപോട്ടുയർന്നു നിൽക്കും, പേടിയുടെ ഊക്കുകൊണ്ടാണ്. ദുനിയാവിൽ തന്നെ പേടിച്ചൊരാളെ മുഖത്തേക്ക് നോക്കൂ, അയാളെ കണ്ണ് ഏത് രൂപത്തിലാണ് അയാളെ കണ്ണുണ്ടാകുന്നത്. മുന്നിലുള്ള ഒരാളയാള് പേടിയുടെ ഊക്കുകൊണ്ട് കാണില്ല.
വലത്തെ ഭാഗത്ത് നിൽക്കുന്നവനെ കാണില്ല, ഇടത്തെ ഭാഗത്ത് നിൽക്കുന്നവനെ കാണില്ല. പേടി കൂടുതലുള്ള ഒരാള് തുറിച്ചു നോക്കുന്നൊരു നോട്ടം കാണാം. അത് ഏറ്റവും ഉയർന്ന രൂപത്തിൽ പാരത്രിക ലോകത്ത് അനുഭവപ്പെടാൻ പറ്റും. യൗമ തശ്ഖസു ഫീഹിൽ അബ്സാർ മുഹ്തിഈന മുഖ്നീ റൂസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും വഅഫ്ഇദതുഹും ഹവാ. മനസ്സ് ശൂന്യമാണ്, മനസ്സിലൊന്നുമില്ല. പക്ഷേ മനസ്സിന് ബേജാറുണ്ട്, മനസ്സിന് പരിഭ്രമാവസ്ഥ കൂടുതലുണ്ട്. മഹ്ശറിലേക്ക് ആളുകൾ ഖബറിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഖബറിൽ നിന്ന് പോകുന്നവരോ എല്ലാവരും ഒരേ രൂപത്തിലാണോ? അല്ല. ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് നീങ്ങുന്നവരിൽ ഏറ്റവും ഹൈ പവറിലുള്ള ആള് ദുനിയാവിൽ തന്നെ കണ്ടില്ലേ നിങ്ങൾ, ജനങ്ങൾ വിവിധ തട്ടിലാണ്. അതേ രൂപത്തിൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവരും വിവിധ രൂപത്തിലാണ്. വാഹനങ്ങളിൽ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ഓടി 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 മുന്നോട്ട് നീങ്ങുന്നവരുണ്ട്, ഹൈ സ്പീഡിൽ നടന്ന് നീങ്ങുന്നവരുണ്ട്, പതുക്കെ പതുക്കെ നടന്ന് നീങ്ങുന്നവരുണ്ട്, നടക്കാൻ കഴിയാതെ വീണുപോയിട്ട് പിന്നെയും എഴുന്നേറ്റ് നീങ്ങുന്നവരുണ്ട്, നടക്കാൻ കഴിയാതെ ഒരു ഭാഗത്ത് വീഴുന്നു, പിന്നെയും എഴുന്നേൽക്കുന്നു, പിന്നെയും വീഴുന്നു. എല്ലാം അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ്. അല്ലദീന യഅകുലൂന റിബാ. മാഷാ അല്ലാഹ്, സന്തലി നമ്മളെ നാട്ടിൽ പറയുന്ന വരവായിരിക്കും അല്ലേ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹ്, അരിയാ കൊണ്ടിരുന്നത് അല്ലേ? നേർച്ചരിയാ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വലിയ ഖൈറും ബർക്കത്തും അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. പരിശുദ്ധമായ ബറാഅത്ത് രാവിൽ ഈ നൽകുന്ന സംഭാവനകൾ, നേർച്ചകൾക്കൊക്കെ വലിയ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. അവരവരിൽ നിന്ന്, അവരെ കുടുംബങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന് മൺമറഞ്ഞവരുടെ ഹദ്റത്തിലേക്ക് നല്ല കൺകുളിർമയാർന്ന അമലായി അള്ളാഹു എത്തിക്കുമാറാകട്ടെ. കുടുംബാംഗങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു ആയുരാരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ മഹ്ശറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ വീണുപോയി നടക്കാൻ കഴിയാതെ വെപ്രാളപ്പെട്ട് പരിഭ്രമത്തോടെ ദുനിയാവിൽ അസുഖം ബാധിച്ച അപസ്മാര രോഗികളെ പോലെ, അല്ലെങ്കിൽ പിശാച്ച് ബാധയേറ്റ ആളുകളെ പോലെ വീണും എഴുന്നേറ്റും പിന്നെ നടന്ന് പിന്നെയും വീണും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അവരെ കൂട്ടത്തിൽ ഏതായാലും നമ്മൾ ആരും ഉണ്ടാകാൻ പാടില്ല. അല്ലദീന യഅകുലൂന റിബാ, പലിശ ഭക്ഷിക്കുന്ന ആളുകൾ. ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചതാ, പലിശ ഭക്ഷിക്കുന്ന ആളുകൾ. കുറച്ച് കാശ് കയ്യിൽ കാണുമ്പോഴേക്ക് വർധനവ് ഉദ്ദേശിച്ചു കൊണ്ടുപോയിടാൻ തോന്നുന്ന എല്ലാവർക്കും, എന്നിട്ട് വർക്കത്തിന് തീർക്കാൻ പറയും. എന്താ തീർക്കണ്ടേ? അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമൂൻ, പലിശ ഭക്ഷിക്കുന്ന ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരില്ല. ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പിശാച് ബാധയേറ്റ ആള് എഴുന്നേറ്റ് നടക്കും പോലെയല്ലാതെ പല ഭാഗത്തും വീണുപോകുന്നു, പിന്നെയും എഴുന്നേറ്റ് നടക്കുന്നു, പിന്നെയും വീണുപോകുന്നു. സ്വസ്ഥമായി സഹോദരങ്ങളെ, നമ്മളെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടക്കും പോലെ നടക്കാൻ അവന് കഴിയില്ല. എന്താണ് അവന് കഴിയാത്തത്? എന്താണ് അവന് ബാധിച്ച അസുഖം? ദുനിയാവിലെ ജീവിതത്തില് പലിശ കൊടുത്തും വാങ്ങിയും തിന്നുമാണ് അവൻ ജീവിച്ചത്. അല്ലാഹു തആല ഹറാമാക്കിയ ഒരു കാര്യം ഒരു പ്രശ്നവുമില്ലാതെ അവന്റെ ജീവിതത്തിൽ അവൻ തുന്നിച്ചേർത്തു. ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا. അങ്ങനെ വരാനുള്ള കാരണം അവർ പറഞ്ഞു, കച്ചവടവും ഏർപ്പാടുമൊക്കെ പലിശ പോലെ തന്നെയാണല്ലോ. പലിശയും ഒരു ഇടപാടാണ്, കച്ചവടവും ഒരു ഇടപാടാണ്. കച്ചവടത്തോട് പലിശയെ സാമ്യപ്പെടുത്തി. ഒരിക്കലും അങ്ങനെയല്ല, രണ്ടിനും രണ്ട് നിയമമാണ്. അഹല്ലല്ലാഹുൽ ബൈഅ,
കച്ചവടം അള്ളാഹു ഹലാലാക്കിയതാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ അതിന് വലിയ പ്രതിഫലവും ഉണ്ട്. ചിലപ്പോഴൊക്കെ അത് ഫർള് കിഫയായി വരും. പലിശ അള്ളാഹു ഹറാമാക്കിയതാണ്. അള്ളാഹു തആല യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ്. അത് ഭക്ഷിക്കുന്ന ആളെയും ഭക്ഷിപ്പിക്കുന്നവനെയും എഴുതിക്കൊടുക്കുന്നവനെയും ഒപ്പിട്ട് കൊടുക്കുന്നവനെയും സാക്ഷികളായി കൂട്ടു നിൽക്കുന്നവരെയും എല്ലാവരെയും അള്ളാഹു ലഅനത്ത് ചെയ്ത വിഭാഗമാണ്. അള്ളാഹുവിന്റെ ശാപം തട്ടാത്തതിൽ ആരാണ്? എല്ലാ വിഭാഗക്കാർക്കും ശാപമാണ്. എല്ലാവരും കുറ്റത്തിൽ തുല്യ പങ്കാളികളാണ്. വഹും സവാ. മുഅ്മിനീങ്ങളെ, പലിശക്ക് വേണ്ടി കൊടുത്തു വാങ്ങുന്ന ഏർപ്പാട് നമ്മുടെ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു പോയതുണ്ടെങ്കിൽ നിർത്തലാക്കിയിട്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഒരിക്കലും അതുകൊണ്ട് വികസനം ലഭിക്കൂല എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആര് നമ്മെ എത്ര പറഞ്ഞു പ്രേരിപ്പിച്ചാലും പലരുടെയും വികസന ലോകങ്ങളൊക്കെ കണ്ടാലും പലിശ കൊണ്ട് എത്ര വർധനവുണ്ടാക്കാൻ തീരുമാനിച്ചാലും റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ ബറക്കത്ത് മായ്ച്ചു കളയുമെന്ന് അള്ളാഹു പറഞ്ഞതല്ലേ. യംഹഖുല്ലാഹു റിബാ വയുർബിസ് സ്വദഖാത്ത്. പലിശയുടെ ബറക്കത്ത് അല്ലാഹു മായ്ച്ചു കളയും. പലിശയുടെ വികസനത്തിൽ ഒരു ബറക്കത്തും ലഭിക്കൂല, ഒരു പുരോഗതിയും ലഭിക്കൂല. അപ്പൊ പലിശ തിന്ന് ജീവിക്കുന്ന ആളുകൾ അങ്ങനെയാണ് എഴുന്നേറ്റ് വരുന്നത്. അറിയാതെ പെട്ടുപോയ ആളുകൾ നിർത്തണമെന്ന് ഇടക്ക് ഞാൻ സൂചിപ്പിച്ചതാണ്. വികസനം എന്ന നിലക്ക് വീണ്ടും അതിന്റെ പിന്നാലെ പോകരുത്. ചോദിച്ചു നോക്കുമ്പോ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരു 10-60% വരുന്ന ആളുകളും ആ വിഷയങ്ങളിലൊക്കെ മെമ്പർമാരായിട്ടാണ് ഇപ്പൊ നിലകൊള്ളുന്നത്. അത് വലിയ അപകടമാണ്. ആരൊക്കെയാണ് ആ ലെവലിൽ ജീവിക്കുന്നവര് എന്ന് ദുനിയാവിൽ ആർക്കും മനസ്സിലായില്ലെങ്കിലും ലോകത്തുള്ള മുഴുവൻ ആളുകളും നമ്മെ മനസ്സിലാക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോകുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്, ആ വരവിൽ തന്നെ വിവിധ രൂപങ്ങളും വിവിധ ഭാവങ്ങളും സംഭവിക്കാനുണ്ട്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരുടെയും വരവിനെ ഓരോ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരേ രൂപത്തിലും ഒരേ ഭാവത്തിലുമല്ല, മാറ്റങ്ങളുണ്ട്. പലർക്കും മാറ്റങ്ങളുണ്ട്. ഇരിക്കട്ടെ, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ആളുകളൊക്കെ മുന്നോട്ട് നീങ്ങുമ്പോ എവിടെയാണ് ഓരോരുത്തർക്കും മഹ്ശറിൽ എത്തിച്ചേരാനുള്ളത്? എത്തിച്ചേരാനുള്ള സ്ഥലം ഏതാണ്? മുഅ്മിനീങ്ങളെ, എവിടെയാണ് നമുക്ക് പോയി നിൽക്കേണ്ടത്? പോയി നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ്? എല്ലാവരും തണലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ലോകമാണത്. പക്ഷേ എല്ലാവർക്കും അവിടെ തണലുണ്ടാകുമോ? ഇല്ല. എല്ലാവർക്കും അവിടെ തണല് നൽകപ്പെടുകയില്ല. തണല് നൽകപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തില് നമ്മൾ ഓരോരുത്തരും സീറ്റ് പിടിക്കുന്നത് നല്ലതാണ്. ദുനിയാവിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണത്. പാരത്രിക ലോകത്ത് വെച്ച് അല്ലാഹു തആല ഔദാര്യപരമായി സാധുവല്ലേ എന്ന് വിചാരിച്ച് തരുന്ന ഒരു സംഗതിയല്ല. പാവപ്പെട്ടവനല്ലേ എന്ന് കരുതിയിട്ട് അല്ലാഹു നിശ്ചയിച്ചു തരുന്ന ഒന്നല്ല. ദുനിയാവിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു മാർഗമാണത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന്റെ തണല് കൊള്ളുന്ന ധാരാളം ആളുകളെ പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും അവരൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം എത്ര സന്തോഷദായകമായ സ്ഥലമാണ്. ആ മഹ്ശറിൽ മനുഷ്യന്മാര് പോയി നിൽക്കുന്ന, അധികരിച്ച ആളുകളും പോയി നിൽക്കുന്നത് ഒഴിഞ്ഞ സ്ഥലത്താണ്. സുബ്ഹാനല്ലാഹ്, സൂര്യൻ ദുനിയാവിൽ കാണുന്ന രൂപത്തിലല്ല. സൂര്യൻ ഒരു ചാണ് അടുത്തുകൊണ്ട് നിൽക്കുന്നൊരു സ്ഥലം. മഹ്ശറിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. സൂര്യൻ ഒരു ചാണ് മുകളിൽ ഉദിക്കുമ്പോൾ മനുഷ്യന്മാരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന വിയർപ്പിന്റെ പുഴ എത്ര മാത്രമായിരിക്കും? കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യന്റെ ചൂട് തട്ടിയിട്ട്
ഉച്ചവെയിലിൽ ഒന്ന് 10 മിനിറ്റ് നിൽക്കാൻ കഴിയാത്ത നമ്മുടെ ഈ ദുർബലമായ ശരീരം, ഉച്ചവെയിലിൽ കുറച്ചു നേരം ഒന്ന് ചൂടുകൊണ്ട് നടക്കാൻ കഴിയാത്ത ഈ ശരീരം എങ്ങനെയാ സഹോദരാ അത്രയും അടുപ്പത്തിൽ സൂര്യൻ വന്നുദിക്കുമ്പോ ആ സൂര്യന്റെ വെയിൽ കൊണ്ട് സഹിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തണല് കിട്ടുന്ന ആളുകളെ കൂട്ടത്തിൽ ചേരാനുള്ള വഴി ഇവിടെ വെച്ച് ഉണ്ടാക്കിയെടുക്കണം. മഹ്ശറിൽ തണല് കൊള്ളുന്ന ആളുകൾ പലരും ഉണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ അതിൽ ചാൻസ് ഉണ്ട്. ആ ചാൻസ് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നമുക്കത് ലഭ്യമാകും. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർശിന്റെ തണൽ കൊള്ളുന്ന ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് 7 വിഭാഗമോ 10 വിഭാഗമോ അല്ല. ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതനുസരിച്ച് 70-ലധികം വിഭാഗമുണ്ട്. ഏതെങ്കിലും ഒന്നില് നമ്മൾ സീറ്റ് പിടിക്കാൻ നോക്കണം. ഏറ്റവും പ്രതീക്ഷയോടുകൂടെ പറയട്ടെ, നിസ്കാരാദി കർമ്മങ്ങളൊക്കെ നേരെ ചൊവ്വേ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്ത് എത്തുമ്പോൾ നിസ്കാരം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുന്ന ആളുകളെ ഏറ്റവും നല്ല തണല് കൊടുത്തുകൊണ്ട് അല്ലാഹു തആല സ്വീകരിക്കുന്നുണ്ട്. അർശിന്റെ തണല് കൊള്ളുന്ന കൂട്ടത്തിൽ 7 വിഭാഗത്തെ പ്രധാനികളെ എണ്ണിയപ്പോൾ തന്നെ അതിൽ ഒരു വിഭാഗത്തെ എണ്ണിയിട്ടുണ്ട്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. ഒരാള് അദ്ദേഹത്തിന്റെ മനസ്സ് പള്ളിയുമായി സദാ ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്താണ് പറഞ്ഞത്? നിസ്കാരം വളരെയധികം ശ്രദ്ധിക്കുന്ന സൂക്ഷിക്കുന്ന ആളാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പള്ളി എന്തിനാണ് ഏറ്റവും പ്രധാനമായും? നിസ്കരിക്കാനല്ലേ. എല്ലാ സ്ഥലത്തുമുള്ള പള്ളികൾ കാര്യമായി ഉപയോഗപ്പെടുത്തുന്നത് നിസ്കരിക്കാനാണ്. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ പള്ളി എല്ലാത്തിടത്തും നടക്കും. പള്ളിയിൽ സഹോദരങ്ങളെ ഒരുമിച്ച് കൂടുന്നതും പള്ളിയിൽ കിട്ടുന്നതുമായ പല സംഗതികളും പുറത്ത് ലഭിക്കില്ല. ഈത്തിക്കാഫ് എന്ന് പറയുന്നത് പള്ളിയിൽ ലഭിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ്. അതുപോലെ തന്നെ പള്ളി കൊണ്ട് കിട്ടുന്ന ഒരുപാട് നേട്ടമുണ്ട്. അപ്പൊ പള്ളിയുമായി ഹൃദയം ബന്ധമുള്ള ആള് എന്ന് പറയുന്നത് നിസ്കാരം വല്ലാതെ ശ്രദ്ധിക്കുന്ന ആള് എന്നാണ് അതിന്റെ അർത്ഥം. കച്ചവടക്കാരനാണെങ്കിലും അവൻ പള്ളിയിൽ പോയി നിസ്കരിക്കും, നിസ്കാരം ഖളാ ആക്കൂല. വേറെ ഏത് തൊഴിലുള്ളവനാണെങ്കിലും നിസ്കാരം വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നടക്കും. ആ നിലക്ക് നിസ്കാരം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നടക്കുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ ഒരുക്കി കൊടുക്കുമ്പോ സഹോദരങ്ങളെ പ്രതീക്ഷയോടുകൂടെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ നോക്കി ജീവിക്കുന്ന ലോകത്ത് അനാവശ്യങ്ങൾക്കുള്ള സൗകര്യം പെരുത്ത് വെളിവായിരിക്കുകയാണ്. പക്ഷേ അനാവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എത്ര മുന്നിൽ വന്നാലും പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ആണ് പെണ്ണ്, അവൻ അല്ലാഹു തആല അർശിന്റെ തണല് കൊടുത്ത് സ്വീകരിക്കും. പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് മാത്രം മാറി നിന്നവനാണ്. വേറെ ആരെയും ഉദ്ദേശിച്ചല്ല, വേറെ ആരെയും ചിന്തിച്ചല്ല. മരിച്ചാൽ തന്നെ അയാൾക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പള്ളിയിലേക്ക് നടന്നു നീങ്ങുന്ന, പള്ളിയിലേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരനെ പോകുന്ന വഴിയോരത്ത് എന്നും ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് നോക്കി ഇങ്ങനെ നിൽക്കും. പക്ഷെ ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് നോട്ടല്ല. ഈ പെണ്ണ് എന്നും ആ ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് പോകുമ്പോ അങ്ങനെ നോക്കും. ഇടക്കിടക്ക് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറയും, എനിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണ് എന്ന് പറയും. ചെറുപ്പക്കാരനൊന്നും മിണ്ടൂല. അയാൾ അങ്ങനെ പള്ളിയിലേക്ക് പോകും, നോക്കുക പോലും ചെയ്യില്ല. ആ പെൺകുട്ടി എത്ര നോക്കിയാലും, എത്ര ആകർഷിപ്പിച്ചാലും, എത്ര മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞാലും
ഒരിഞ്ച് പോലും ആ പെൺകുട്ടിയിലേക്ക് ചായ്വില്ലാതെ ആ ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് നടന്നു നീങ്ങും. നിസ്കരിച്ച് വീട്ടിലേക്ക് വരും. വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ആ പെൺകുട്ടി, അതാണ് സ്വഭാവം. ഇപ്പോൾ അങ്ങനത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും ആ രൂപത്തിൽ ഏതെങ്കിലും ഒന്നൊന്നിനെ വശീകരിക്കാൻ നിൽക്കുമ്പോ അവിടെ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട മാർഗം എങ്ങനെയാണ്? ഏതായാലും അവളൊന്നും ഇങ്ങോട്ട് ചിരിച്ചില്ലേ, ഒരു ചിരി അങ്ങോട്ട് കൊടുക്കാതിരുന്ന മോശമല്ലേ അല്ലേ? അപ്പൊ ഒന്ന് അങ്ങോട്ട് ചിരിച്ചു കൊടുക്ക. അങ്ങനല്ലേ അതിന്റെ ഹൈറ്? അങ്ങനല്ല അതിന്റെ ഹൈറ്. അവൾ ഇങ്ങോട്ട് തുറിച്ചു നോക്കുന്നുണ്ട്, എന്നാ നീ നോക്കരുത്, നീ അങ്ങോട്ട് തുറിച്ചു നോക്കല്ലേ വേണം, നോക്കാതിരിക്കണം. ആ നോട്ടത്തിൽ സംഗതിയാകെ തെറ്റിപ്പോകും. നോട്ടം എന്ന് പറയുന്നതല്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നോക്കിയിട്ടല്ലേ സഹോദരിമാരെ ബാക്കിയൊക്കെ വീണുപോകുന്നത്. ഒരു നോട്ടം നോക്കി, രണ്ടാമത്തൊരു നോട്ടവും നോക്കി, മൂന്നാമത്തെ നോട്ടത്തിൽ എന്തോ പറഞ്ഞു, അടുത്ത നോട്ടത്തിൽ എന്തോ കൈമാറി, പിന്നെ അതാ ശരീരവും കുടുംബവും ഒക്കെ ശിഥിലമാകുന്ന രൂപത്തിലുള്ള ബന്ധങ്ങളും ബന്ധനങ്ങളൊക്കെ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, കാര്യം വഷളാകുന്നു. 4-5 കുട്ടികൾ ഇപ്പുറത്തുണ്ട് എന്നുള്ളൊരു നോട്ടം പോലും ഇല്ല. അപ്പുറത്തെനിക്ക് 4 മക്കളെയും ഒരു ഭാര്യനെയും പോറ്റി വളർത്താനുണ്ട് എന്നുള്ള നോട്ടം ആണിനുമില്ല. ആ രൂപത്തിൽ പിന്നെ ജീവിതം താളം തെറ്റിപ്പോകുന്നു. തുടക്കം കുറിച്ചത് എന്താണ്? നോട്ടമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, നോട്ടം പിശാചിന്റെ അസ്ത്രങ്ങളിൽ നിന്ന് വിഷലിപ്തമായ ഒരു അമ്പാണ്. പിശാചിനൊരുപാട് അമ്പുണ്ട്. ആ അമ്പിന്റെ കൂട്ടത്തിൽ വിഷം പുരട്ടിയ അമ്പാണ് നോട്ടം. നോട്ടം അങ്ങനെ തുറിച്ചു നോക്കുമ്പോ അതിനനുസരിച്ച് മനസ്സിൽ രൂപഭാവങ്ങൾ മാറ്റിവരും. ഈ പെണ്ണ് എത്ര നോക്കിയാലും ആ ചെറുപ്പക്കാരൻ നോക്കൂല. എത്ര കണ്ട് ശ്രമിച്ചിട്ടും ആ പെണ്ണിന്റെ വഴിയിൽ വീഴാത്ത രൂപത്തില്, ഒരു ശ്രദ്ധയും കൊടുക്കാത്ത രൂപത്തിൽ ആ ചെറുപ്പക്കാരൻ അങ്ങനെ നടന്നു നീങ്ങുമ്പോ ഈ ചെറുപ്പക്കാരിയായ പെണ്ണ് തീരുമാനിച്ചു അവനെ ഒന്ന് ബ്ലോക്ക് ചെയ്യണം, ഒന്ന് തടഞ്ഞു നിർത്തിയിട്ട് വീട്ടിലേക്ക് അവനെ പിടിച്ചു കയറ്റണം. സുബ്ഹാനല്ലാഹ്, പെണ്ണങ്ങനെ തീരുമാനിച്ച് പോകുന്ന വഴിയിൽ തടസ്സം ചെയ്തു. പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്ന ചെറുപ്പക്കാരനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന സംഭവമാണ്. ആ പെണ്ണ് അവനെ തടഞ്ഞു നിർത്തി. ആ ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് വലിച്ചേച്ചു കൊണ്ടുപോയി. വീട്ടിലേക്ക് ഈ പെണ്ണ് വലിച്ചേച്ചു കൊണ്ടുപോകുമ്പോ സന്തോഷം കൊണ്ട് ഉല്ലസിക്കുന്നതിന് പകരം ആ ചെറുപ്പക്കാരന്റെ മനസ്സ് ഈമാൻ കൊണ്ട്, തഖ്വ കൊണ്ട് പേടിച്ച് വറവറക്കുന്നു. ജീവിതത്തിൽ ഇതുവരെ ഒരു അന്യപെണ്ണിന്റെ ശരീരം തൊട്ടിട്ടില്ലല്ലോ. എന്റെ ഉമ്മാക്ക് എന്റെ ശരീരം തൊടാം, അത് അനുവദനീയമാണ്. എന്റെ പെങ്ങൾക്ക് ആവശ്യാനുസരണം എന്റെ ശരീരം തൊടാം. എനിക്ക് അല്ലാഹു തആല നല്ല ഇടപാടിലൂടെ, നിക്കാഹിലൂടെ ഹലാലാക്കി തന്ന എന്റെ ഭാര്യ, ആ ഭാര്യക്ക് എന്റെ ശരീരം തൊടാം. എന്റെ മക്കൾക്ക് എന്റെ ശരീരം തൊടാം. ഒരന്യ പെണ്ണിന്റെ ശരീരം തൊടുന്നത് അത്ര ബേജാറോടെ കണ്ടത്, ആ മനുഷ്യന്റെ മനസ്സിൽ ചിന്തിക്കുന്നത്, പടച്ചോനെ ഞാൻ കുടുങ്ങിപ്പോയല്ലോ. അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ സ്കൂൾ നിർത്തുന്നു എന്ന ലെവലിൽ കൈകൊടുത്ത് പിരിയുന്നത് പച്ച ഹറാമാണ്. ചെറുപ്പക്കാരെ, അതിനുവേണ്ടി ഒരു സമ്മാനവും ഒരു ഫോട്ടോക്കും പോസ് ചെയ്യരുത്. സ്കൂളിൽ പഠിച്ച ആണും പെണ്ണും ഒരുമിച്ച് നിന്നിട്ട് മൊത്തമായി ഫോട്ടോ എടുക്കുന്ന ഏർപ്പാട് ദീന് അനുവദിക്കാത്ത പച്ചയായ ഹറാമാണ്. കൈ കൊടുത്തിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് അല്ലേ എന്ന നിലക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് അതിനേക്കാളും കടുത്ത ഹറാമാണ്. എത്ര ചെറിയ ക്ലാസ് ആണെങ്കിലും വലിയ ക്ലാസ് ആണെങ്കിലും അള്ളാഹുവിന്റെ ദീനത് അനുവദിച്ചിട്ടില്ല. ദീനിന്റെ നിയമമാണ് മുഖ്യം. ഭൗതിക ലോകത്തെ സൗന്ദര്യമല്ല നമ്മൾ പേറി നടക്കേണ്ടത്. ആ ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് വലിച്ചേച്ചു കൊണ്ടുപോയി. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഈ ചെറുപ്പക്കാരൻ ബോധം കെട്ട് വീണുപോയി. ആ പെണ്ണാകെ പേടിച്ചു, പടച്ചോനെ ഇവിടുന്നെങ്ങാനും ആള് മരിച്ചു പോയാൽ ഞാൻ കൊന്നു എന്ന് പറയില്ലേ ആൾക്കാര്. ആ ചെറുപ്പക്കാരൻ അവിടെ കിടന്നു, ഒറ്റ കിടത്തം പേടിച്ചുകൊണ്ട് ബോധം കെട്ട് വീണു. ആ പെൺകുട്ടി വേഗം പോയി ചെറുപ്പക്കാരന്റെ ഉപ്പയെ വിവരം അറിയിച്ചു.
നിങ്ങളുടെ മകനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വലിച്ചേച്ച് കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ മകന്റെ ശരീരം പേടി കൊണ്ട് വിറവിറക്കുന്നുണ്ട്. എന്റെ വീട്ടിലെത്തിയ ഉടനെ തന്നെ നിങ്ങളെ മകൻ പരിഭ്രമിച്ച് താഴെ വീണുപോയി. നഊദുബില്ലാ, ഞാനത് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഉപ്പ ഓടി വന്ന് തന്റെ മകനെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി. അപ്പോഴൊക്കെ സംഗതി സഹോദരങ്ങളെ ജീവനുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ ഉടനെ ആ ചെറുപ്പക്കാരൻ നിസ്കാരത്തിലേക്ക് വേണ്ടി നിന്നു. നിസ്കാരം നിർവഹിച്ചു. നിസ്കാരത്തിന് പോകുന്ന വഴിയിലാണല്ലോ തടസ്സം വന്നത്. നിസ്കാരം നിർവഹിച്ച ശേഷം വീണ്ടും ശരീരത്തിന് ശക്തമായ പനിയും അതുപോലെ തന്നെ അസുഖങ്ങളും ബാധിച്ചു. അടുത്ത വഖത്താകുന്നതിന്റെ മുമ്പ് ആളങ്ങ് മരണപ്പെട്ടുപോയി. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി. ഖബറിലേക്ക് ആ ശരീരം വെച്ച ശേഷം ഖബറിന്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഓതുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിതം നീക്കിയ ആളുകൾക്ക്, ജീവിതം ചെലവഴിച്ച ആൾക്ക് റബ്ബിന്റെ മുന്നിൽ നിൽക്കണമല്ലോ. ഏതൊരു രഹസ്യവും മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു സന്നിധാനമല്ലേ റബ്ബിന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കണമല്ലോ എന്നുള്ള പേടി കൊണ്ട് ജീവിച്ച് അങ്ങനെ തന്നെ ജീവിതം കഴിഞ്ഞുപോയ ആളുകൾക്ക് രണ്ട് സ്വർഗമുണ്ട്, ഒരു സ്വർഗമല്ല, ജന്നതാൻ. രണ്ട് സ്വർഗമുണ്ട് എന്ന ആയത്ത് ഖബറിന്റെ ഓരത്ത് വെച്ച് ഓതിയപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മറുപടി വരുന്നത് സ്വഹാബത്തിൽ പലരും കേട്ടുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും കേൾക്കുകയാണ്. എന്താണ് ഖബറിന്റെ ഉള്ളിൽ വെച്ച ചെറുപ്പക്കാരൻ പറയുന്നത്? അന്നല്ലാഹ അഅതാനിഹിമാ യാ ഉമറൂ. ഉമർ തങ്ങളെ, ആ രണ്ട് സ്വർഗവും അല്ലാഹു എനിക്ക് നൽകിക്കഴിഞ്ഞു. ഞാൻ ഖബറിന്റെ ഉള്ളിൽ എത്തേണ്ട താമസം പടച്ച റബ്ബിനെ പേടിച്ചിട്ടാണ് ഞാൻ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന പോക്ക് തന്നെ. എന്റെ ശരീരം വിറച്ചത് ഭൗതിക സുഖത്തിന്റെ ആസക്തി ഞാൻ ചിന്തിച്ചുകൊണ്ടല്ല. എന്റെ ജീവിതം ഇതുവരെ തൊടാൻ പാടില്ലാത്ത ഒരാളും തൊട്ടിട്ടില്ലല്ലോ. ആ നിലക്കെന്റെ ശരീരം പേടി കൊണ്ട് വിറച്ചു. ആ പേടി ഊക്കുകൂടിയപ്പോ എനിക്ക് ആ ബോധാവസ്ഥ സംഭവിച്ചു. പിന്നെ അത് വീണ്ടും വീണ്ടും കൂടി വന്നപ്പോ എനിക്ക് മരണം സംഭവിച്ചു. റബ്ബിന്റെ മുന്നിൽ നിൽക്കണമെന്നല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് പേടിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോയ എനിക്ക് ആ രണ്ട് സ്വർഗവും അല്ലാഹു നൽകിക്കഴിഞ്ഞു. സാധിക്കുമോ നമുക്ക് ദുനിയാവിൽ? അധ്വാനം കുറച്ചൊന്നും മതിയാകൂല. ചെറുപ്പക്കാരികളെ ചാറ്റിങ് നിർത്തണം, അന്യ പെണ്ണിനോടുള്ള മുഷാവറ നിർത്തണം, കൂടിയാലോചന നിർത്തണം, മെസ്സേജ് കൈമാറുന്നത് നിർത്തണം, ഫോട്ടോ കൈമാറുന്നത് നിർത്തണം, അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്നൽ കൊടുക്കുന്നത് നിർത്തണം. നമ്പറുകൾ വാങ്ങിയിട്ട് നട്ടപ്പാതിര സമയത്ത് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും സൗകര്യപ്പെടുത്തി തന്ന ബാപ്പാനെയും ഉമ്മാനെയും ചതിച്ചുകൊണ്ട് റൂമിന്റെ ഉള്ളിൽ സ്വകാര്യമായി കിടന്ന് പടച്ച റബ്ബിന്റെ നിരീക്ഷണം ഓർക്കാത്ത രീതിയിൽ, ചിന്തിക്കാത്ത രീതിയിൽ നട്ടപ്പാതിര സമയം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന മെസ്സേജ് കൈമാറ്റം, പരസ്പര സംസാരം, അതുപോലെ തന്നെ പരസ്പര ദൃശ്യങ്ങളും പരസ്പര ശ്രാവ്യങ്ങളും ഒക്കെ നീ അവസാനിപ്പിക്കണം. കഴിയുമോ നിനക്ക്? ഒന്നും ചിന്തിച്ചുകൊണ്ടല്ല, പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ടാണ്. അതുകൊണ്ടല്ലേ തങ്ങൾ പറഞ്ഞത് വറജുലുൻ ദഅതുഹു ഇംറാത്തുൻ ദാതു മൻസിബിൻ വജമാൽ. കാണാ നല്ല അഴകുള്ളൊരു പെണ്ണ്, നല്ല തറവാടിത്തവും നല്ല ദീനും നല്ല സ്നേഹവും ഒക്കെ നൽകാൻ പറ്റിയ പെണ്ണ്. ആ പെണ്ണ് സ്വന്തത്തിലേക്ക് വിളിച്ചു, തന്റെ ശരീരം സമർപ്പിക്കാമെന്ന രീതിയിൽ വിളിച്ചപ്പോ ഇവന്റെ മറുപടി ഇല്ലേ ഇല്ല, ഇന്നി അഖാഫുല്ലാഹ്. അവൻ കൊടുത്ത മറുപടി അതാണ്,
ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, പെണ്ണേ നിന്റെ അഴകിൽ ഞാൻ വശംവദനാകാനില്ല, നിന്റെ ചക്കര വാക്കുകളിൽ ഞാൻ വീഴാനില്ല, നിന്റെ മെസ്സേജുകളൊന്നും എന്റെ ഹൃദയത്തിൽ പതിപ്പിക്കാനില്ല. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു. അങ്ങനെ പിന്തിരിഞ്ഞ ആണ് പെണ്ണ്. ആണുങ്ങളും പിന്തിരിഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളും പിന്തിരിഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടരുണ്ട് പിന്തിരിഞ്ഞവരിൽ. ആ പിന്തിരിഞ്ഞ ആണിനും പെണ്ണിനും അംബിയാഇന്റെ ഔലിയാഇന്റെ കൂടെ അർശിന്റെ തണൽ കൊണ്ട് നിൽക്കാൻ പറ്റും. സലാസത്തുൻ ഫീ ദില്ലി അർശിർ റഹ്മാനി യൗമൽ ഖിയാമ. നേരത്തെ പറഞ്ഞ 7 അല്ല, അതിന് പുറമെ ഒരു 3 വിഭാഗത്തെ വേറെ പഠിപ്പിക്കുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർശിന്റെ തണൽ കൊള്ളുന്ന 3 വിഭാഗം. അതിൽപ്പെട്ട ഒരു വിഭാഗം അള്ളാഹുവിന്റെ ഹക്കും മാതാപിതാക്കളോടുള്ള ഹക്കും നിർവഹിച്ചവരാണ്. അള്ളാഹുവിനോടുള്ള ഹക്ക് ബാധ്യത, നമുക്കുള്ള ബാധ്യതകളില്ലേ, അത് വീട്ടി. മാതാപിതാക്കളോടുള്ള ബാധ്യതയും വീട്ടിയവർ. നല്ല നിലക്കുള്ള ഒരു ജീവിതല്ലേ അത്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് അള്ളാഹു നൽകിയ സമ്പത്ത് സ്വന്തത്തിന് വേണ്ടിയും നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയും ചെലവഴിച്ച് ജീവിച്ചവർ. അവർക്കും അർശിന്റെ തണലാണ്. അതിൽപ്പെട്ടൊരു വിഭാഗമാണ് ഭാര്യ സന്താനങ്ങളെ നല്ല നിലക്ക് പോറ്റി വളർത്തിയ രക്ഷിതാക്കൾ. ഇതൊക്കെ കിട്ടുന്ന മാർഗമാണ്. ആ രൂപഭാവങ്ങളൊക്കെ ശരിയാണെങ്കിൽ അർശിന്റെ തണല് കൊള്ളാതെ ഇപ്പുറത്ത് നിൽക്കുന്നൊരു വിഭാഗം എത്ര ആഗ്രഹിക്കുന്നറിയോ അർശിന്റെ തണല്. അള്ളാഹു ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മെ പെടുത്തി തെരുമാറാകട്ടെ. ദീനിനെ സഹായിക്കണം. നാട്ടിലെ പള്ളി, മദ്രസ, സ്ഥാപന സംരംഭങ്ങളൊക്കെ സഹായിക്കണം. ആരോടും ചോദിക്കാൻ വരാതെ ജീവിക്കുന്ന നല്ല ഇഖ്ലാസുള്ള മനുഷ്യന്മാരുണ്ടാകും. പാവങ്ങളായിരിക്കും അവർ, മിസ്കീന്മാർ. ഒരാളോടും അവർ അവശതകൾ പറയില്ല. പാവങ്ങളാണ്. അവർക്കൊരുപാട് അവശതകളുണ്ട്. അതൊക്കെ പതുക്കെ പതുക്കെ നിർവഹിച്ചോളും എന്ന് കരുതിയിട്ട് ക്ഷമാപൂർവം അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനത്തെ പാവപ്പെട്ടവരെ കണ്ടറിഞ്ഞ് സഹായിക്കുക, അവർക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക. വലിയ ഖൈറാണ് അതിൽ കിട്ടുന്നത്. സഹോദരങ്ങളെ അങ്ങനെ സഹായിക്കാനും അങ്ങനെ സഹകരിക്കാനും ഒക്കെയുള്ള മനസ്ഥിതി ദുനിയാവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഏറ്റവും വലിയ വിജയം കാണുന്നത് പരലോകത്താണ്. മഹ്ശറിൽ അങ്ങനെ തണല് കൊടുക്കുന്നൊരു വിഭാഗം, തണല് തീരെ കിട്ടാത്തൊരു വിഭാഗം ഇപ്പുറത്ത് അക്സറുന്നാസും അതായിരിക്കും. അങ്ങനെ നിൽക്കുന്ന നൃത്തം അങ്ങനെ നീണ്ടുപോകുമ്പോ പിന്നെ സഹോദരങ്ങളെ മഹ്ശറിൽ കാണുന്ന ഏറ്റവും ഭയാനകമായൊരു കാഴ്ചയുണ്ട്. നമ്മളെല്ലാവരും ആ കാഴ്ച കാണും. അമ്പിയാക്കളും മൗലിയാക്കളും എല്ലാ നബിമാരും ആ കാഴ്ച കാണും. ആ കാഴ്ച കണ്ടിട്ട് എല്ലാവരും മുട്ടുകെട്ടിയിരുന്നു പോകും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മഹ്ശറിലെ വല്ലാത്തൊരു കാഴ്ച നരകത്തെ കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ്. നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നരകം കത്തിച്ച് അള്ളാഹു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചില്ലറ രൂപത്തിലൊന്നുമല്ല നരകത്തെ കത്തിച്ച് വെച്ചിരിക്കുന്നത്. 3000 കൊല്ലമാണ് നരകത്തെ കത്തിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. 3000 കൊല്ലം കത്തിച്ച ഒരു തീ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അങ്ങനെ കത്തിച്ച് റെഡിയാക്കി വെച്ച നരകത്തെ കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ കൊണ്ടുവരികയാണ്. ഹദീസിൽ കാണാം, യുതാബി ജഹന്നം, ജഹന്നമിനെ കൊണ്ടുവരപ്പെടും. ആ ജഹന്നമിന് 70,000 കടിഞ്ഞാണുകളുണ്ട്. ഒറ്റ കടിഞ്ഞാൺ പിടിച്ച് വലിക്കാൻ 70,000 മലക്കുകളുണ്ട്. മൊത്തത്തിൽ 70,000 കടിഞ്ഞാണാണ്. ഒരു കടിഞ്ഞാൺ പിടിച്ച് വലിക്കുന്നത് 70,000 മലക്കുകളാണ്. അപ്പൊ മൊത്തം ഒന്ന് കൂട്ടി നോക്കൂ, എത്ര ആയിരം മലക്കുകൾ, എത്ര ലക്ഷം മലക്കുകൾ പിടിച്ചു വലിക്കണം. പിടിച്ചു വലിച്ചിങ്ങനെ കൊണ്ടുവരുന്നു നരകത്തെ. കൊണ്ടുവന്നിട്ട് അർശിന്റെ ഇടത്തെ ഭാഗത്ത് നരകത്തെ കെട്ടിഭദ്രമാക്കാൻ വേണ്ടി പോവുകയാണ്. അർശിന്റെ ഇടത്തെ ഭാഗത്ത് നരകത്തെ ഭദ്രമാക്കാൻ വേണ്ടി പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ആ
നരകം ഒന്നിങ്ങനെ കുലുങ്ങാൻ വേണ്ടി നോക്കുന്നു, ഒന്നിങ്ങനെ അതിന്റെ കടിഞ്ഞാൺ പൊട്ടിച്ചു പോകാൻ വേണ്ടി നോക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്ങാനും നരകത്തിന്റെ കടിഞ്ഞാൺ മലക്കുകളെ കയ്യിൽ നിന്ന് ഒന്ന് ഊരിപ്പോയാൽ ലഅഹറഖത് അഹ്ലൽ ജമീഅ്, മഹ്ശറിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും നരകം കത്തിച്ചാമ്പലാക്കും, കത്തിക്കരിച്ചു കളയും. അതിനു മാത്രം ശക്തി നരകത്തിനുണ്ട്. നരകത്തെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് കെട്ടുമ്പോൾ വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയാ, മുഴുവൻ ആളുകളും താഴെ അങ്ങോട്ട് മുട്ടുകെട്ടിയിരിക്കും. നിൽക്കുന്ന ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ ആള് മാത്രമേ ആർജവത്വത്തോടെ നിൽക്കുന്ന ആളുണ്ടാകുള്ളൂ. അത് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം. ബാക്കി ജസാ കുല്ലു നബിയ്യിൻ വ വലിയ്യിൻ വ മലക്കിൻ, മലക്കുകളൊക്കെ എത്ര ഉണ്ട് അതിന്റെ എണ്ണൊക്കെ പടച്ചോനെ അറിയുള്ളൂ. മലക്കുകളും താഴെ ഇരുന്നു പോയി, അമ്പിയാക്കളും താഴെ ഇരുന്നു പോയി, ഔലിയാക്കളും താഴെ ഇരുന്നു പോയി. അവരൊക്കെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളവരുടെ ഇരുത്തം പറയണ്ടേ ഇല്ല, ബാക്കിയുള്ളവർ ഏതായാലും ഇരുന്നു, എല്ലാവരും ഇരിക്കും. എല്ലാവരും താഴെ മുട്ടുകെട്ടിയിരിക്കും, പേടിച്ചിട്ട് ഭയന്നിട്ട്. നരകത്തിന്റെ ആ ഭയാനകത അതൊരു സാങ്കല്പിക രൂപത്തിൽ വിശ്വസിക്കേണ്ട ഒന്നല്ല, യാഥാർത്ഥ്യമാണ്. അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്ന, വിശ്വസിക്കാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ചു തന്ന യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് നരകം. ആ നരകത്തിൽ നിന്നാണ് ഞാനും നിങ്ങളും ഏറ്റവും അധികം ഒരു ദിവസം അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. അത്ര കാവൽ ചോദിക്കുന്ന ഒരു വിഷയവും വേറെ ഇല്ല. ഇപ്പൊ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് 7 പ്രാവശ്യം പറഞ്ഞില്ലേ അല്ലാഹുമ്മ അജിർനി മിനന്നാർ. നാളെ സുബഹിന്റെ ശേഷവും പറയും അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഖത്തീബ് ഉസ്താദ് ഖുതുബയിൽ ഏറ്റവും അധികം കാവൽ ചോദിച്ചത് എന്താ? നരകത്തിൽ നിന്നല്ലേ കാവൽ ചോദിച്ചത്. അത്ര കാവൽ ചോദിച്ച വേറെന്തെങ്കിലും വിഷയമുണ്ടോ? ഇല്ല. അപ്പൊ ആ നരകത്തിന്റെ ഭയാനകത ചെറുതല്ല, നരകത്തിന്റെ ഭയാനകത വളരെയധികം വലുതാണ്. സുബ്ഹാനല്ലാഹ്, നരകത്തിന്റെ ഭയാനകത ദൂരത്ത് നിന്ന് കാണുമ്പോഴേക്ക് തന്നെ പേടിച്ച് അട്ടഹസിച്ച് കരഞ്ഞു പോകുമെന്ന് ഖുർആൻ പറയുന്നു. നരകത്തെ നിഷേധിച്ച ആളുകൾ ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുലൻ വസഫീറാ. ദൂരത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ 500 കൊല്ലത്തിന്റെ വൈദൂരം അപ്പുറത്ത് നിന്ന് നരകത്തെ കാണുമ്പോൾ നരകത്തിന് പതപതക്കുന്ന ശബ്ദവും, നരകത്തിന് തന്നെ വല്ലാതെ അട്ടഹസിക്കുന്ന രൂപത്തിൽ ആർത്തിലക്കുന്ന ആർത്തിരമ്പുന്ന ശബ്ദവും, അതുപോലെ തന്നെ നരകത്തിന് തിളച്ചുമറിയുന്ന ഗൗരവമാർന്ന ശബ്ദവും രണ്ടും നരകത്തിനുണ്ട്. അതങ്ങനെ കേൾക്കും. കേട്ടുകൊണ്ട് വരുന്ന ആളുകൾ പേടിച്ചുകൊണ്ട് ഹുനാലിക ദഉ സുബൂറാ, കഷ്ടനഷ്ടങ്ങളെ വിളിച്ചു പറയാൻ തുടങ്ങും. വിശ്വസിച്ചാൽ മതിയായിരുന്നു ദുനിയാവിൽ വെച്ച്, അള്ളാഹുവിനെ അനുസരിച്ച് നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ അവിടെ പിന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. അതാര് കേൾക്കാനാണ്? അല്ലാഹു തആല അവരോട് പറയുന്നുണ്ട്, ലാ തദഉ സുബൂറൻ വാഹിദ വദഉ സുബൂറൻ കസീറാ. ഒരു നഷ്ടമായിട്ട് വിളിച്ചു പറയേണ്ട ഒരുപാട് നഷ്ടങ്ങൾ പറഞ്ഞോളൂ, ഒരുപാട് നഷ്ടക്കഥകൾ പറഞ്ഞോളൂ, പക്ഷെ അതൊന്നും സ്വീകരിക്കപ്പെടൂല. ലോകം കഴിഞ്ഞു. ഇത് പ്രതിഫലത്തിന്റെയും ശിക്ഷയുടെയും ലോകമാണ്. അധ്വാനത്തിന്റെ ലോകം കഴിഞ്ഞു. അത് ദുനിയാവായിരുന്നു. ഇവിടെ അധ്വാനത്തിന്റെ ലോകമല്ല, ഇവിടെ പ്രതിഫലത്തിന്റെയും അതുപോലെ തന്നെ പ്രതികാരത്തിന്റെയും ലോകമാണ്. ജസാഇന്റെ ലോകമാണിത്. ഇവിടെ നിങ്ങൾ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. അതുകൊണ്ടൊന്നും ഒന്നും നേടാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഹ്ശറിലേക്ക് വന്ന് നിൽക്കുന്ന ആളുകൾ നരകത്തെ പിടിച്ചു കെട്ടുന്ന സന്ദർഭത്തിൽ എല്ലാവരും മുട്ടുകെട്ടിയിരിക്കുമ്പോ നരകത്തിന്റെ അടുത്തു പോയിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അഊദു ബില്ലാഹി മിൻകി. നരകമേ, നിന്നിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു.
അപ്പൊ നരകം നിബിതങ്ങളോട് ചോദിക്കാണ്, തങ്ങളെ നിങ്ങൾ എന്തിനാണ് കാവൽ ചോദിക്കുന്നത്? നിങ്ങളെ ശരീരം അള്ളാഹു എനിക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഏതായാലും എന്റെ അടുത്തേക്കോ എന്റെ ഉള്ളിലേക്കോ നിങ്ങൾ പ്രവേശിക്കില്ലല്ലോ. നിങ്ങളെ ശരീരം എനിക്ക് അല്ലാഹു ഹറാമാക്കിയതല്ലേ. അവിടുന്ന് പറയുന്നു, ഞാൻ കാവൽ ചോദിച്ചത് എനിക്ക് വേണ്ടിയല്ല, ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് വേണ്ടിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തിന് വേണ്ടിയാണ് ഞാൻ കാവൽ ചോദിക്കുന്നത്, എനിക്ക് വേണ്ടിയല്ല. നരകത്തെ ഭദ്രമായി പിടിച്ചു കെട്ടിയ ശേഷം സഹോദരങ്ങളെ, മഹ്ശറിൽ എത്ര കാലം നിൽക്കും എന്നതിന്റെ വിഷയത്തിൽ വിവിധ അഭിപ്രായങ്ങൾ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, പിന്നെ മഹ്ശറിലുള്ള ആളുകളൊക്കെ ഏറ്റവും അധികം പേടിപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പോകുന്ന ഒരു ചർച്ച, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു പ്രഖ്യാപനം വരുമ്പോഴാണ്. ഒന്നാമത് നരകത്തെ കാണുമ്പോ മുട്ടുകെട്ടിയിരുന്ന ആളുകൾ മുഴുവനും പിന്നെ എഴുന്നേറ്റ് അമ്പിയാക്കൾ അവരെ സ്ഥാനത്തേക്കും ഔലിയാക്കളും മലക്കുകളും ഓരോരുത്തരുടെ സ്ഥാനത്തേക്കും മാറി നിൽക്കുമ്പോ കുറ്റവാളികളായ ആളുകളെ മറ്റൊരു ഭാഗത്തേക്ക് അല്ലാഹു തആല മാറ്റി നിർത്തും. രണ്ടു കൂട്ടരെയും വേർതിരിച്ച് അറിയാൻ പറ്റുമോ? പറ്റും. അടയാളങ്ങൾ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. ഈ ഉമ്മത്തിൽ നിന്ന് നരകത്തിൽ പോകാനുള്ള ആളുകൾക്കും അടയാളമുണ്ടോ? ഉണ്ട്. ഈ ഉമ്മത്തിൽ നിന്ന് മഹ്ശറിലെത്തുമ്പോ ആദ്യമായി മുഖം കറുക്കുന്നവരാരാന്നറിയുമോ? അവ്വലു മയ്യസ്വദ്ദുൽ വുജൂഹു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി മുഖം കറുക്കുന്നവർ വുജൂഹു താരിക്കിസ്സലാ, നിസ്കരിക്കാത്തവരുടെ മുഖങ്ങളാണ്. നിസ്കാരല്ല, ബാക്കി എല്ലാത്തിനും ആള് റെഡിയാ. ഉറൂസിനും ചോറ് കൊടുക്കാനും ചോറ് വാങ്ങാനും, എവിടെങ്കിലൊക്കെ ഒരു സൽക്കാരം ഉണ്ടെങ്കിൽ അവിടെ പ്ലേറ്റ് വെക്കാനും പന്തല് കെട്ടാനും വരുന്ന ആൾക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനും ഒക്കെ റെഡിയാ. പക്ഷേ അയാളൊന്ന് ഉന്തിട്ടാ പോലും പടിഞ്ഞാട്ടേക്ക് ഉകൂല, കേക്കോട്ടെ ഉകൂൾ. നിസ്കരിക്കൂല എന്നർത്ഥം, ഒരു ഇഞ്ച് നിസ്കരിക്കൂല. നിസ്കരിക്കാത്തവനെ പറ്റി എങ്ങനെ ഒരു മുസ്ലിം എന്ന് പറയാൻ പറ്റും? ഇസ്ലാമിന്റെയും കുഫറിന്റെയും ഇടക്കുള്ള കാര്യമായുള്ള വ്യത്യാസം നിസ്കാരല്ലേ. പിന്നെ എങ്ങനെ ഓന് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൈ കഴുകേണ്ടി വരും, ചിലപ്പോ വിമ്മിട്ട് കഴുകേണ്ടി വരും, കൈ ശുദ്ധിയാണെങ്കിൽ. അത്രയും ആള് പോക്കാം. താരിഖുസ്സലാത്തിന്റെ മുഖമാണ് ആദ്യം കറുക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞെന്നറിയോ? നിസ്കാരം പെരടിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്രിസ്വകാല ജീവിതേ ദുനിയാവിലുണ്ടാവുള്ളൂ, വേഗം അത് വീട്ടണം. കാത്തു നിൽക്കണ്ട. മരിച്ചതിന്റെ ശേഷം ഉസ്താദുമാരാരെങ്കിലും ദ്വാരക്കുമ്പോ അത് അല്ലാണ്ട് പുറത്തിരുന്ന് എന്ന് കാത്തിരിക്കണ്ട, അതങ്ങനെ വിട്ടു കിട്ടൂല. അത് കുടുംബക്കാരെങ്കിലും നിസ്കരിച്ചിട്ടും സ്വതക്ക ചെയ്തിട്ടൊക്കെ പുറത്തു വിട്ടോളും, അങ്ങനെ കരുതണ്ട. നിസ്കാരം എന്ന് പറയുന്ന സംഗതി അത് ഭയങ്കര സംഗതിയാണ്. അത് ഏതെങ്കിലും ഒരൊറ്റ വക്കത്ത് പെരടിൽ ഖളാ ആയി നിൽക്കുന്നുണ്ടോ? സമയം ദീർഘിച്ചു പോകണ്ട, വീട്ടിയേക്കണം. എന്നിട്ട് ഖാലിസായ തൗബ ചെയ്യണം അല്ലാഹുവിനോട്. അറിഞ്ഞില്ല മനസ്സിലായില്ല എന്ന് പറയരുത്. റമളാൻ മാസം വരുമ്പോ ആളുകൾക്കൊരു പ്രത്യേക ചോദ്യമാണ്, ഉസ്താദേ കുറെ ഫർള് നിസ്കാരം പെരടിയിലുണ്ട്, തറാവിയും കൂടി നിസ്കരിക്കണോ? എന്നാ പിന്നെ അതുകൂടി നിസ്കരിക്കണ്ടെന്ന നാളെ രക്ഷപ്പെട്ടു പോയല്ലോ. തറാവീഹിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമൊന്നും അല്ല അത്. അത് ഇപ്പോഴും എപ്പോഴും ബാധിക്കുന്നതാണ്. അത്യാവശ്യത്തിനുള്ള സമയം മാത്രം മാറ്റിവെച്ച് അത്യാവശ്യം നിന്റെ ആരോഗ്യം നിലനിർത്താനുള്ള അത്യാവശ്യ ഉറക്കം, 6 മണിക്കൂർ പറ്റൂല, അത്യാവശ്യ ഉറക്കം. പരമാവധി ഒരാൾ ആരോഗ്യം നിലനിർത്താൻ എത്ര ഉറക്കം വേണം ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ പറഞ്ഞിട്ട് 4 മണിക്കൂർ ആ ഉറക്കം. ജോലിക്ക് വേണ്ടിയുള്ള സമയം, കാരണം കുടുംബം പോറ്റണം. അതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് നിന്റെ ഭക്ഷണത്തിനും വിസർജനത്തിനുമുള്ള സമയം, അതൊക്കെ മാറ്റിവെച്ച് ബാക്കിയുള്ള സമയം മുഴുവനും നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ഒരു സമയം അതിൽ നിന്നും ഒഴിവില്ല. അപ്പൊ പിന്നെ അവിടെ വർത്താനം പറയാൻ പോകാനും ഇവിടെ വേറെ കാഴ്ച കാണാൻ പോകാനും ഒന്നും പറ്റൂല. സമയങ്ങളൊക്കെ ഇതിന് ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ നിസ്കരിക്കാത്തവരെ ലിസ്റ്റിൽ പെട്ടിട്ട് മുഖം കറുക്കരുത്. വളരെ ശ്രദ്ധയോടുകൂടെ
ഈ കാര്യം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. എന്തെങ്കിലും ഒന്നിന്റെ പേരിൽ ഒരു നിസ്കാരം, ഒറ്റ നിസ്കാരം നിങ്ങൾക്ക് അങ്ങനെ നഷ്ടപ്പെട്ടോ, വീട്ടിയിട്ട് ഖാലിസായ തൗബ ചെയ്യണം പടച്ച റബ്ബിനോട്. ഖൽബും ശരീരവും ഒക്കെ അറിയുന്ന അനുഭവിക്കുന്ന തൗബ ചെയ്തിട്ട് തീരുമാനം എടുക്കണം, മേലാൽ ചെയ്യൂല. അല്ലാതെ ആ വിഷയത്തിന് മാറ്റല്ല, അത് അത്രയും ഗൗരവമേറിയതാണ്. ഇങ്ങനെയുള്ള ഈ കുറ്റവാളികളോടൊക്കെ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയും. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാതെ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടല്ല പറയില്ലേ? അതല്ലേ ഇപ്പൊ ഈ മാരിബിഷാന്റെ മാരിബിനിടയിൽ ആവർത്തിച്ച് ഓതിയത്, മഹ്ശറിൽ വരുന്നൊരു പ്രഖ്യാപനമാണ്. ഇന്ന് വേറിട്ട് നിൽക്കൂ, ഇന്ന് മാറി നിൽക്കൂ, ഒപ്പം നിൽക്കരുത്. അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ ഒന്ന് മാറി നിൽക്കൂ. കാഫിരീങ്ങളെ മാറ്റി നിർത്തുകയാണ്, യഹൂദികളെ മാറ്റി നിർത്തുകയാണ്, ജൂതന്മാരെ മാറ്റി നിർത്തുകയാണ്, മുനാഫിഖുകളെ മാറ്റി നിർത്തുകയാണ്. ഈ ഉമ്മത്തിൽ നിന്നുള്ള കുറ്റവാളികളെയും മുഖം കറുത്തു നിൽക്കുന്ന ആളുകളെയും ഒന്ന് മാറ്റി നിർത്തുകയാണ്, മാറി നിൽക്കാൻ വേണ്ടി പറയുകയാണ്. ഒപ്പം നിൽക്കരുത്. മുഅ്മിനീങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് അല്ലാഹു മാറ്റി നിർത്തിപ്പോയി, കാഫിരീങ്ങളെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിപ്പോയി. റബ്ബ് സുബ്ഹാനഹു വ തആല നബിയുനാ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നൊരു വാക്കുണ്ട് മഹ്ശറിൽ. അത് കേൾക്കുമ്പോ സഹോദരങ്ങളെ എല്ലാവരും ഒന്ന് വിറച്ചു പോകും. ചെറിയ കുട്ടികൾക്ക് പോലും നരബാധിച്ചു പോകും. യൗമയ്യജഅലുൽ വിൽദാന ശീബാ, ഇവിടെ ചെറുപ്പക്കാര് നരബാധിച്ചത് കണ്ടിട്ടില്ലേ? പ്രായമുള്ളവര് നരബാധിച്ചത് കണ്ടിട്ടില്ലേ? ചെറിയ കുട്ടികൾക്ക് നരബാധിച്ചത് കണ്ടിട്ടുണ്ടോ? 4 വയസ്സ് 3 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ള കുട്ടികള്, അവരുടെ ശരീരത്തിലെ തലയിലെ രോമങ്ങൾ മുഴുവനും നരച്ചു പോകും. ഒരു പ്രഖ്യാപനം അല്ലാഹു നടത്തുകയാണ്. ആദം നബിയെ, നിങ്ങളെ മുതുകിൽ നിന്ന് നരകത്തിലേക്കുള്ളവരെയും സ്വർഗത്തിലേക്കുള്ളവരെയും ഒന്ന് തരംതിരിച്ച് നിർത്തൂ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നു, എത്രയാണ് അല്ലാഹുവേ രണ്ടിലേക്കും മാറ്റി നിർത്തേണ്ടത്? മുഅ്മിനീങ്ങളെ, ആ കണക്കൊന്ന് കേൾക്കുമ്പോ നന്നായി ആലോചിക്കണം. അല്ലാഹു പറയുന്നു, മിൻ കുല്ലി അൽഫിൻ തിസ്അതൻ വതിസ്ഈന വതിസ്അമിഅ ഇലന്നാർ. ഓരോ 1000-ൽ നിന്നും 999 നരകത്തിലേക്കാണ്, സ്വർഗത്തിലേക്ക് 1. 1000-ൽ നിന്ന് ഒരു മെമ്പറാ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്ക് 999. എവിടെയെങ്കിലും കെട്ടിയെഴുതിയ വാറോല പറയുകയല്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ 1-ലധികം തവണ കൊണ്ടുവന്ന ഹദീസാണിത്. മിൻ കുല്ലി അൽഫിൻ തിസ്അതൻ വതിസ്ഈന വതിസ്അമിഅ ഇലന്നാർ. 999 മെമ്പർമാര് നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിലേക്ക് പോകുന്നത് ഒരേ ഒരാളാണ്. ഒന്ന് കൂട്ടി നോക്കൂ, 10,000 ആള് നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിലേക്കുള്ള മെമ്പർമാര് 10 എണ്ണമാണ്. 1,00,000 ആളുകൾ നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിലെത്തുന്നത് 100 എണ്ണമാണ്. സുബ്ഹാനല്ലാഹ്. 1 കോടി ആളുകൾ നരകത്തിലേക്ക് പോകുമ്പോ എത്ര കണ്ട് ചുരുങ്ങിയ ആളുകളാ സ്വർഗത്തിലെത്തുന്നത്? വളരെ ചുരുക്കം ആളുകളല്ലേ? എവിടെയാണ് പ്രധാനമായുമുള്ള വ്യത്യാസം? ഇങ്ങനെ 999-ഉം 1-ഉമായിട്ട് വേർതിരിക്കുന്ന വ്യത്യാസം വരുന്നത് എവിടെയാണ് അറിയുമോ സഹോദരങ്ങളെ? സ്വഹാബത്തിന് ഈ ഹദീസ് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ദിവസം രാത്രിയാണ്. ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനയിലെത്താൻ കുറച്ചുകൂടി സമയം എടുക്കും, നമ്മൾ ഇവിടെ ഒന്ന് താമസിച്ച് രാവിലെ മദീനയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബത്ത് നബി തങ്ങൾക്ക് വേണ്ടി ഒരു ടെന്റ് കെട്ടിക്കൊടുത്തു. പിന്നെ പലരും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി രാത്രി എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ്. ചിലര് വെള്ളം ശേഖരിച്ചു വെച്ചു, ചിലര് വെള്ളം അടുപ്പിൽ വെച്ച് വെള്ളം ഇങ്ങനെ ചൂടായി വരുന്നു, ചിലര് ചട്ടി മുന്നോട്ട് വെച്ചുകൊണ്ട്
വെച്ചുകൊണ്ട് ആ ചട്ടിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് എണ്ണ ചൂടാകുന്നു. ചിലരതാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള പൊടിയും മറ്റുമൊക്കെ എടുത്ത് ഒക്കെ റെഡിയാക്കി ഒരുങ്ങി നിൽക്കുമ്പോ അവർക്ക് ഇടയിൽ തങ്ങൾ ഈ ഹദീസ് അങ്ങ് പറഞ്ഞു. അന്ന് ചട്ടി വെച്ച ചട്ടി സുബിഹി വരെ അത് അടുപ്പിന്റെ മുകളിലാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നത് മറന്നുപോയി. വെള്ളം തിളച്ച വെള്ളം അങ്ങനെ തന്നെ, തിളച്ച എണ്ണ അങ്ങനെ തന്നെ, പൊടി കലക്കിയത് അങ്ങനെ തന്നെ, ധാന്യങ്ങൾ കഴുകി വെച്ചത് അങ്ങനെ തന്നെ. നേരം വെളുത്ത സമയത്ത് അവരെ മനസ്സിൽ നിന്ന് ബേജാറോടുകൂടെ തങ്ങളെ മുന്നിൽ വന്നവർ ചോദിക്കുന്നത് അയ്യുനാ ദാലിക്കൽ വാഹിദു യാ റസൂലല്ലാഹ്, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആ ഒരാള് ആരാണ് നബിയേ? 1000-ൽ ഒരാള് സ്വർഗത്തിലേക്കും 999 ആള് നരകത്തിലേക്കും എന്ന് പറയുമ്പോ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാള് ആരാണ് നബിയേ? ആ ഒരാളെ പറഞ്ഞു തരൂ, ഞങ്ങൾക്ക് സമാധാനമില്ല. സ്വഹാബത്ത് ഉറങ്ങാത്ത പല രാത്രികളും ഉണ്ട്. കൂട്ടത്തിൽ ഒരു രാത്രിയാണിത്. ആ ഒരൊറ്റ ഹദീസ് ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പരസ്പരം ചർച്ച ചെയ്ത് ഭീതിയോടെ നേരം വെളുപ്പിച്ച രാത്രിയാണ്. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്വഹാബത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ നിങ്ങൾ വിഷമിക്കരുത്. നരകത്തിലിട്ട് നിറക്കാൻ പറ്റുന്ന ഒരു സമുദായത്തെ അള്ളാഹു വേറെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അവരിൽ അധിക പേരും എന്നല്ല മുഴുവൻ ആളുകളും നരകത്തിലേക്കുള്ളവരാണ്. ആരാണ് നബിയെ? അവര് യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. അവര് കുറച്ചൊന്നുമല്ല ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവരെ ആശ്വസിപ്പിച്ചെങ്കിലും പിന്നെയും സ്വഹാബത്ത് ഈ ഹദീസ് വിടാതെ ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ് വ്യത്യാസം എന്നറിയുമോ? വിശ്വാസ രംഗത്താണ് വ്യത്യാസം, ഈമാനിക രംഗത്താണ് വ്യത്യാസം. അടിയുറച്ച കറകളഞ്ഞ ഈമാനുള്ളവനല്ലാതെ സ്വർഗത്തിൽ പോകൂല. സ്വർഗം അത്രമാത്രം പരിശുദ്ധിയുടെ ഭവനമാണ്. കറകളഞ്ഞ ഈമാനുള്ള മനുഷ്യനല്ലാതെ സ്വർഗത്തിലെത്തൂല. പള്ളിയിൽ വന്നിട്ടുണ്ട്, നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, നോമ്പൊക്കെ നോറ്റിട്ടുണ്ട്. വിശ്വാസം വൈകല്യമാണെങ്കിൽ അവനെ പറ്റി പറയുന്ന മറ്റൊരു പേരാണ് മുനാഫിഖ് എന്ന്. ആ മുനാഫിഖിന് ഒരുക്കിയിരിക്കുന്ന ലോകമേതാണ്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫരി മിനന്നാർ. നരകത്തിന്റെ അടിത്തട്ടാണ്, 7ാം തട്ടാണ് അള്ളാഹു സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നരകത്തിലേക്കും സ്വർഗത്തിലേക്കുള്ള ആളുകളെ തരംതിരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ, അവരെ എണ്ണം പറഞ്ഞപ്പോ ചെറിയ കുട്ടികളൊക്കെ പേടി കൂടിയിട്ട് അവര് നരബാധിച്ചു പോയി. എന്താണ് ഈ പറയുന്ന എണ്ണം? സ്വർഗക്കാരിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. അതിന് പറ്റുന്ന നല്ല നല്ല അമലുകളൊക്കെ നമ്മൾ ഇവിടെ ചെയ്യണം. സിറാത്ത് വിട്ടുകിടക്കുന്ന ഭാഗ്യവാന്മാരെയും സിറാത്തിൽ അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്ന പോയിന്റുകളെയും ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അതിന് മുമ്പ് മഹ്ശറിൽ വരുന്ന ആളുകളെ തരംതിരിച്ചുകൊണ്ട് 2 ഭാഗത്തേക്ക് നിർത്തിയിട്ട് വിചാരണ ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരണ ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി 2-3 തരം ആളുകളെ അല്ലാഹു തആല മുന്നിലേക്ക് കൊണ്ടുവരും. ആളുകളെ മൊത്തം കാണിക്കുന്ന രൂപത്തിലൊരു വിചാരണ. ഒരാളോട് അല്ലാഹു തആല ചോദിക്കുന്നു, നിങ്ങൾക്കെന്തേ വിശ്വസിക്കാനും അനുസരിക്കാനും ഇബാദത്ത് ചെയ്യാനൊക്കെ എന്തേ പ്രയാസം? അപ്പൊ അദ്ദേഹം പറയും, അല്ലാഹുവേ, ദുനിയാവിൽ എനിക്ക് ഒരുപാട് തിരക്ക് കൂടിപ്പോയി. തിരക്കോട് തിരക്ക്, ഒരു ഒഴിവും ഒരു കഴിവും ഒരു ഒഴിവും എനിക്ക് കിട്ടിയിട്ടില്ല. നിനക്ക് ഇബാദത്ത് എടുക്കാനും നിനക്ക് വേണ്ടതുപോലെ നിന്നെ വിശ്വസിക്കാനും ആരാധന നടത്താനും ഒന്നിനും ഒഴിവ് കിട്ടിയിട്ടില്ല. അങ്ങനെ പറയുമ്പോ അല്ലാഹു തആല മറ്റൊരു ഭാഗത്തുകൂടെ അള്ളാഹുവോട് വെളിവാക്കുന്നു. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ എന്തെല്ലാം തന്നു? അല്ലാഹുവേ, നീ എനിക്ക് രാജാധികാരം തന്നു. പിന്നെ എന്ത് തന്നു? എനിക്ക് സമ്പത്ത് തന്നു. പിന്നെ എന്ത് തന്നു? ഒരുപാട് സൗകര്യങ്ങൾ തന്നു, ഒരുപാട് വിഷയങ്ങൾ എനിക്ക് തന്നു.
എന്നിട്ട് ഞാൻ ആ തന്നതിൽ ഏതെങ്കിലും ഒന്ന് എന്നെ ഓർക്കുന്നതിനും വിശ്വസിക്കുന്നതിനും തടസ്സമായോ? സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നു, ഇല്ലേ ഇല്ല. എനിക്ക് നീ അധികാരം തന്നതും, എനിക്ക് നീ സമ്പത്ത് തന്നതും, എനിക്ക് നീ സർവമാന സൗകര്യങ്ങൾ ഒരുക്കി തന്നതും എല്ലാം നിനക്ക് ശുക്ർ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുകയല്ലാതെ ഒന്നും നിനക്കുള്ള ശുക്രിന് തടസ്സമായിട്ടില്ല. ഇബാദത്തിന് എന്നെ മുടക്കിയിട്ടില്ല. ആ മനുഷ്യനോട് പറയുന്നു, നീ പറഞ്ഞത് പച്ചക്കള്ളമാണ്, നീ പറഞ്ഞത് ഒരു നിലക്കും ശരിയല്ല, നിന്നെക്കാളും എത്രയോ വലിയ തിരക്കുള്ള മനുഷ്യനാണിത്. പക്ഷേ ഒരിക്കൽ പോലും എന്നെ ഓർക്കുന്നതോ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതോ മുടങ്ങിയിട്ടില്ല. മറ്റൊരാളെ കൊണ്ടുവരുന്നു, നിനക്കെന്തേ പ്രയാസം? അയാൾ പറയുന്നു, അല്ലാഹുവേ, എനിക്ക് പരീക്ഷണമാണ്. എന്റെ ശരീരത്തിലും എന്റെ കുടുംബത്തിലും എന്റെ സമ്പത്തിലും വലിയ പരീക്ഷണം അനുഭവിച്ചുകൊണ്ട് നിന്നെ വിശ്വസിക്കാനോ വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്യാനോ കഴിഞ്ഞില്ല. അല്ലാഹുവോടെ കൊണ്ടുവരുന്നു നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവരുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, നിങ്ങളെ ഞാൻ പരീക്ഷിച്ചില്ലേ? പരീക്ഷിച്ചു. ശരീരത്തിൽ പരീക്ഷിച്ചില്ലേ? പരീക്ഷിച്ചു. സാമ്പത്തികമായി പരീക്ഷിച്ചില്ലേ? അതെ അല്ലാഹുവേ, പരീക്ഷിച്ചു. കുടുംബത്തിലും പരീക്ഷണം വന്നില്ലേ? വന്നു. എന്നിട്ട് എന്തെങ്കിലും തടസ്സം നിങ്ങൾക്ക് നേരിട്ടോ? എനിക്ക് ഇബാദത്ത് ചെയ്യാനും എന്നെ അനുസരിക്കാനും വിശ്വസിക്കാനും? അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുന്നു, എനിക്കൊരു തടസ്സവും വന്നിട്ടില്ല. പരീക്ഷണം ഉണ്ടായി എന്ന് കരുതിയിട്ട് ഞാൻ മാറി നിന്നിട്ടില്ല. നിനക്ക് ശുക്ർ ചെയ്യുന്നതിന് എനിക്ക് ഒന്നും തടസ്സമായിട്ടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ മനുഷ്യനോട് നീ കളവാണ് പറഞ്ഞത്. ഇത്രമാത്രം എന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ആളല്ലേ അയ്യൂബ് അലൈഹിസ്സലാം. അവർക്ക് എന്നെ വിശ്വസിക്കുന്നതിനോ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിനോ ഒരു തടസ്സവും വന്നില്ലല്ലോ. പിന്നൊരാളെ കൊണ്ടുവരുന്നു. അയാൾക്ക് അല്ലാഹു തആല എന്താ നൽകിയത്? ശാരീരികമായ ഭംഗിയും നല്ല പ്രൗഢിയും നൽകി. ആ ശാരീരികമായ ഭംഗിയും പ്രൗഢിയും ഒക്കെ ഉള്ളതിനോടുകൂടെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, നിനക്കെന്തേ പ്രയാസം? അല്ലാഹുവേ, ഞാൻ എന്റെ ശരീരത്തിന്റെ ഭംഗിയും എന്റെ സൗകര്യങ്ങളും മറ്റുമൊക്കെ അതൊക്കെ ഒരു ഭാഗത്തേക്ക് ലെവലാക്കിയിട്ട് നിനക്ക് ഇബാദത്ത് ചെയ്യാനും നിന്നെ വിശ്വസിക്കാനും ഒക്കെ തുനിഞ്ഞു മുന്നോട്ട് വരാമെന്ന് കരുതി. പക്ഷേ നടന്നില്ല എന്ന് പറയുമ്പോ അല്ലാഹു തആല നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം അവരെ മുന്നോട്ട് നിർത്തുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ ഭംഗി തന്നില്ലയോ? ഭംഗി തന്നു. ഭംഗിയുള്ള ഭാര്യയെ തന്നില്ലയോ? ഭംഗിയുള്ള ഭാര്യയെയും തന്നു. ജീവിക്കാൻ നല്ല സെറ്റപ്പുള്ള കൊട്ടാരം തന്നില്ലേ? തന്നു. എന്നിട്ട് എന്തെങ്കിലും കൊട്ടാരമോ ഭംഗിയുള്ള ശരീരമോ ഭംഗിയുള്ള ഭാര്യയോ നല്ല കുടുംബമോ ഏതെങ്കിലും ഒന്ന് എന്നെ ഓർക്കുന്നതിന് വിശ്വസിക്കുന്നതിന് വിഘാതമായോ? ഇല്ലേ ഇല്ല. വിചാരണയുടെ ഒരു സാമ്പിൾ അല്ലാഹു തആല അവിടെ ഇങ്ങനെ പുറപ്പെടുവിക്കാൻ. മൂന്നാളുകളും പറഞ്ഞത് മൂന്ന് രൂപത്തിലാണ്. ഒടിഞ്ഞു മാറാനുള്ള പല അടവുകളും മനുഷ്യന്മാര് ഏറ്റവും അധികം പറയുന്നൊരു ലോകമാണ് പാരത്രികലോകം മഹ്ശറിൽ. വിചാരണ ആരംഭിക്കുന്ന ഘട്ടത്തിൽ സഹോദരങ്ങളെ, വിചാരണയിൽ എളുപ്പമായി കിട്ടാനുള്ള മാർഗങ്ങളൊക്കെ ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്യണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സിറാത്തിലേക്ക് വിചാരണ കഴിഞ്ഞ് സിറാത്തിലേക്ക് അതിന്റെ അടുത്തെത്താൻ നേരത്ത്, സിറാത്തിന്റെ മുന്നിലെത്തുന്ന നേരത്ത് അല്ലാഹു തആല അവിടെ ഒരു 7 ചെക്കിംഗ് പോയിന്റുകളെ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി ചോദിക്കാൻ ജഹന്നമിന്റെ തൊട്ടടുത്തായി. ഒന്നാമത്തെ ഒരു പരിശോധന സിറാത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, അവിടെ നിൽക്കാൻ വേണ്ടി പറയൂ, അവരോടൊക്കെ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിടത്ത് ഒന്നാമത്തെ സ്ഥലത്തെ ചോദ്യം നിസ്കാരമാണ്. നിസ്കാരത്തിൽ രക്ഷപ്പെട്ട ആളാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി. രണ്ടാമത്തെ സ്ഥലത്തെത്തുമ്പോൾ അവിടെ ചോദിക്കുന്നു അൽ അമാന, അമാനത്തിനെ സംബന്ധിച്ച് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. കുടുംബം എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ്. സമൂഹത്തിലും ചില ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളൊക്കെ വരും. ആ ഉത്തരവാദിത്വത്തെ പറ്റി, അമാനത്തിനെ പറ്റി അല്ലാഹു ചോദിക്കുന്നു. ആ അമാനത്ത് വേണ്ടതുപോലെ നിർവഹിച്ചവനാണെങ്കിൽ അവിടെയും രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നു.
നഷ്ടപ്പെടുത്തിയ ആളാണെങ്കിൽ പിറകോട്ട് നിർത്തുന്നു, മുന്നോട്ട് പോകാനായിട്ടില്ല. ഓരോന്നിലും ശിക്ഷിക്കപ്പെടുന്ന രൂപം വരുന്നത് വേണ്ട രൂപത്തിൽ അവർക്ക് കാര്യങ്ങൾ പൂർത്തീകരിക്കാത്ത ആളാണെങ്കിൽ, ഒന്നാമത്തെ സ്ഥലത്ത് തന്നെ നിസ്കാരത്തെ പറ്റി ചോദിക്കുമ്പോ, സഹോദരങ്ങളെ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, പക്ഷേ വേണ്ട രൂപത്തിലൊന്നും പൂർത്തീകരിച്ച രൂപത്തിലായിട്ടില്ല. ചിലതൊക്കെ ചില ന്യൂനതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോ അല്ലാഹു തആല ചോദിക്കും, ഹല്ലി അബ്ദീ തതവ്വുൻ, എന്റെ അടിമക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കൂ. മലക്കുകൾ പരിശോധിക്കുമ്പോ പെട്ടെന്ന് പരിശോധനക്ക് മാർഗം ലഭിക്കും. പരിശോധിക്കാൻ അവിടെ പ്രയാസമൊന്നുമില്ല. ദുനിയാവിൽ തന്നെ കണ്ടില്ലേ നിങ്ങൾ, പരിശോധന എത്ര പെട്ടെന്നാ നടക്കുന്നത്. ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടത്തിയ ആളെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ടെങ്കിൽ, അവിടെ രേഖപ്പെടുത്തി വെച്ച ഏടുകൾ മലർക്കെ തുറക്കാനും പരിശോധിക്കാനും പെട്ടെന്ന് കഴിയും. ആ കഴിവനുസരിച്ച് മലക്കുകൾ പറയും, സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ട് അല്ലാഹു തആല പറയും, എങ്കിൽ ആ സുന്നത്തുകൾ കൊണ്ട് ഫർളിനെ പൂർത്തീകരിച്ചു കൊടുക്കുക, അങ്ങനെ അത് സ്വീകരിക്കുക. ഫർളൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്, നമ്മളെ നിസ്കാരം പോലെ ആയിരിക്കും പറഞ്ഞത്. ഞാൻ എന്റെ പറഞ്ഞ ഞങ്ങളെ ഹാലല്ല. കുറെ നുക്സാനിയത്ത്, കുറെ വീഴ്ചകൾ അതിലുണ്ടെങ്കിൽ സുന്നത്തുകളെ കൊണ്ട് പരിഹരിക്കപ്പെടാൻ സുന്നത്തുകളും പരിഹരിക്കണം. പക്ഷെ സുന്നത്തുകളിൽ ആളുകൾക്ക് വളരെ ശ്രദ്ധക്കുറവാണ്. ഒരു പള്ളിയിൽ 400 ആള് ജുമുഅ നിസ്കരിച്ചെങ്കിൽ ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ എത്ര ആളുണ്ടാവും? എല്ലാരും തിരക്കോടെ ഹോസ്പിറ്റലിൽ പോകാൻ പോയതാ. 400 ആള് ജുമുഅ നിസ്കരിച്ച ശേഷം നോക്കുമ്പോ അപ്പുറത്ത് ഖത്തീബ് ഉസ്താദ്, ഇപ്പുറത്ത് മറ്റേ ഉസ്താദ്, ഇപ്പുറത്ത് മറ്റേ ഉസ്താദ്, അപ്പുറത്ത് പ്രസിഡന്റ് അവർ, ഇപ്പുറത്ത് സെക്രട്ടറി അവർ, ആകെ ഒരു 10-20 ആളെ എണ്ണാനുള്ളൂ. ബാക്കിയൊക്കെ പോയി. 2 റക്അത്ത് സുന്നത്തിനോ? അതിനാകെ സഹോദരങ്ങളെ ഒരു 4 മിനിറ്റല്ലേ വരുള്ളൂ. ഒരു 4 മിനിറ്റ് ചുരുങ്ങിയ സമയമേ വരുള്ളൂ. ഒരു ചെറിയ ഒരു വജ്ജഹത്വം, അല്ലെങ്കിൽ വലിയ വജ്ജഹത്വം ഇല്ലെങ്കിൽ ചെറിയൊരു വജ്ജഹത്വം ഓതി, ഒരു ഫാത്തിഹ ഓതി, ഒരു റുക്കൂവും സുജൂദും 2 സുജൂദും ചെയ്ത് പിന്നെ 1 റക്അത്തോടെ നിസ്കരിക്കാൻ ചെറിയ സമയമല്ലേ ഉള്ളൂ. നമ്മളത് മുടക്കരുത്. കാരണം നമ്മളെ ഈ ഫർളുകളൊന്നും പൂർണ്ണമായ ഫർളുകളല്ല. ഇപ്പൊ എന്തിനാ നമ്മൾ സുന്നത്ത് നോമ്പുകളൊക്കെ നോക്കുന്നത്? റമദാനിൽ ആ ഫർള് നോമ്പ്, ആ ഒരു മാസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അമലാണത്. അതിൽ കുറവുകൾ ഉണ്ടാവും. നമ്മൾ മാസൂമ്യങ്ങളല്ലല്ലോ. പറഞ്ഞതും ചെയ്തതും നിയത്ത് വെച്ചിടത്തും കാര്യങ്ങൾ പൂർത്തിയാക്കിയിടത്തൊക്കെ കുറവ് വന്നിട്ടുണ്ടാകും. ആ കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ആ ഫർള് സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ തന്നെ വലിയ ഭാഗ്യമാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന് ഈ സുന്നത്തുകളൊക്കെ ഉണ്ടോന്ന് ചോദിക്കുമ്പോ ഉണ്ട്. എന്നാ പിന്നെ ആ സുന്നത്തുകളൊക്കെ കൊണ്ടാണ് പൂരിപ്പിച്ചേക്ക്. അള്ളാഹു തആലാന്റെ റഹ്മത്ത് നോക്ക് നിങ്ങൾ. ഫർളുകളൊക്കെ നിർവഹിച്ച ആള് സുന്നത്ത് നിർവഹിച്ചിട്ടുണ്ട്. പഠിച്ചോനെ, സുന്നത്ത് നിസ്കാരങ്ങൾ അയാളെ കൊണ്ട് കഴിയണ പരമാവധി സുന്നത്തൊക്കെ അയാൾ നിർവഹിച്ചിട്ടുണ്ട്. എല്ലാ സുന്നത്തും നോക്കൂലെങ്കിലും ഒരു 10 റക്അത്ത് മുഅക്കദെങ്കിലും നിസ്കരിച്ചിട്ടുണ്ട്. റവാത്തിബ് നോക്കുമ്പോൾ മൊത്തം 10 റക്അത്തൊന്നും അല്ലല്ലേ. പക്ഷെ മുഅക്കദ് ഒരു 10 റക്അത്തെങ്കിലും, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, ളുഹറിന്റെ മുമ്പ് 2, ശേഷം 2, സുബഹിക്ക് മുമ്പ് 2, 10. ഒരു 10എങ്കിലൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. റവാത്തിബ് നോക്കുമ്പോ അതിലധികം ഉണ്ട്. അത്രയൊന്നുമല്ല ഉള്ളത്. റവാത്തിബ് എണ്ണുമ്പോ മഗ്രിബിന്റെ മുമ്പ് 2 എണ്ണാണ്ട്, ഇശാഇന്റെ മുമ്പ് എണ്ണാണ്ട്, അസുറിന്റെ മുമ്പ് 4 എണ്ണാണ്ട്, ഇതൊക്കെ എണ്ണാണ്ട്. റവാത്തിബ് മൊത്തത്തിലില്ലെങ്കിലും മുഅക്കദായ 10 എണ്ണെങ്കിലും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മൾ അത് ശ്രദ്ധയോടെ കൊണ്ട് നടക്കുന്ന. റമളാനിലെ ആള് തറാവി എല്ലാ ദിവസവും നിസ്കരിച്ചിട്ടുണ്ട്. 1-2 ദിവസം ക്ഷീണം വന്നപ്പോൾ കുറച്ച് റക്അത്തിന്റെ എണ്ണം കുറഞ്ഞു എന്നല്ലാതെ 20 റക്അത്തും തറാവി നിസ്കരിച്ചു. ആ സുന്നത്തുകളെ കൊണ്ടൊക്കെ ഈ ഫർളം കൊണ്ട് പരിഹരിച്ച് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു ഭാഗ്യല്ലേ. അതുകൊണ്ട് മുടക്കരുത്. പരമാവധി കൂട്ടിക്കൊണ്ടുപോകണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മഹാന്മാരായ ആൾക്കാരൊക്കെ ദീർഘ നിസ്കാരം നിസ്കരിച്ച പോലെ നിസ്കരിക്കാനൊന്നും നമുക്ക് കഴിയില്ല. നമ്മൾ ദുർബലരല്ലേ. പക്ഷെ ഉള്ളത് കുറച്ചെങ്കിലും ഒന്ന് ഒപ്പിച്ചെടുത്ത് കൊണ്ടുപോകാൻ അതിന് നമ്മളെ കൊണ്ടൊക്കെ ആകും. ആ ഒരു ശ്രദ്ധ അള്ളാഹു നമുക്ക് ഏറ്റിത്തരുമാറാകട്ടെ. അപ്പോ നിസ്കാരത്തെ പറ്റി അങ്ങനെ ചോദിച്ചു, അമാനത്തിനെ പറ്റി ചോദിച്ചു. അമാനത്തൊക്കെ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പൊ ധർമ്മം ചെയ്തതില്ലേ പല ഭാഗത്തും? ആ ധർമ്മം ചെയ്തിട്ടുണ്ട്, പലയിടത്തും ധർമ്മം ചെയ്തിട്ടുണ്ട്. ആ ധർമ്മങ്ങളൊക്കെ ഇങ്ങോട്ട് വെച്ച് ആ മേഖല അങ്ങോട്ട് പരിഹരിക്കാൻ അള്ളാഹുവിന്റെ ഓർഡർ. അമാനത്ത് ഒരു നിർബന്ധമായ സംഗതിയാണ്. അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന വീഴ്ചകളൊക്കെ ഒന്ന് പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പുറത്തുള്ള ദാനധർമ്മങ്ങളൊക്കെ അതിലേക്കൊന്ന് ചേർത്ത് വരികയാണ്. 3-ാമത്തെ സ്ഥലത്ത് എത്തുമ്പോൾ
റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ ചോദിക്കാൻ പറയുന്ന വിഷയം സിലത്തുർ റഹ്മാൻ, കുടുംബബന്ധം ചേർത്തതാണ് അവിടെ ചോദിക്കുന്നത്. കുടുംബബന്ധം ചേർത്തിട്ടുണ്ടോ? കുടുംബബന്ധം നന്നായി പാലിച്ചിട്ടുണ്ട്, പുലർത്തിയിട്ടുണ്ട് എന്നാ മുന്നോട്ട് പോകട്ടെ, അല്ലെങ്കിലേയും അവിടെ കുടുങ്ങിപ്പോകും. നാലാമത്തെ സ്ഥലത്തെത്തുമ്പോ പ്രത്യേക ഒരു ചോദ്യം ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളെ പോറ്റിയതിനെ സംബന്ധിച്ചാണ്. അവരെ സംരക്ഷിച്ചതും അവർക്ക് ഖിദ്മത്തെടുത്തതുമാണ് ചോദിക്കുന്നത്. നാലാമത്തെ സ്ഥലത്തെത്തുമ്പോ മാതാപിതാക്കളെ പ്രത്യേകം അല്ലാഹു തആല എടുത്തു ചോദിക്കാനുള്ള കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദുനിയാവിൽ അവൻ ഏറ്റവും പൂർണ്ണ നന്ദിയുള്ളവനാകണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും മാത്രം നിർവഹിച്ചാൽ പോരാ, മാതാപിതാക്കൾക്ക് കൂടി ശുക്ർ ചെയ്യണം. അതുകൊണ്ടല്ലേ അള്ളാഹു ഇത് ചേർത്തി പറഞ്ഞത് അനിഷ്കുർലി വലിവാലിദൈക്, എനിക്കും നിങ്ങൾ നന്ദി ചെയ്യണം, നിങ്ങളെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. അള്ളാഹുവിനുള്ള നന്ദിയൊക്കെ ഒരാള് പരമാവധി നിർവഹിച്ചിട്ടുണ്ട്. ബാപ്പാനെയും ഉമ്മാനെയും നോക്കിയിട്ടില്ല, അവർക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്തിട്ടില്ല, ബന്ധം രൂഢമൂലമായി കൊണ്ടുപോയിട്ടില്ല, അവന്റെ ശുക്റായിട്ടില്ല. മാതാപിതാക്കളോടുള്ള ബന്ധം പ്രത്യേകമായി ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഇരിക്കട്ടെ, അഞ്ചാമത്തെ സ്ഥലം എത്തുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം പരിശോധിക്കാൻ പറയുന്നത് നാവിലൂടെയുള്ള കറകളൊക്കെ സൂക്ഷിച്ച ആളാണോ? നാവിലൂടെയുള്ള കറകൾ അറിയുമോ? ഏറ്റവും അധികം ദോഷങ്ങൾ ശരീരത്തിൽ വരുന്നൊരു അവയവം നാവാണ്. നാവിനെ പോലെ ദോഷം വരുന്നൊരു അവയവം ശരീരത്തിൽ വേറെയില്ല. അതുപോലെ ഒരു ദോഷം ഗുഹ്യസ്ഥാനത്തിന് വരെ സംഭവിക്കുന്നില്ല. അതുകൊണ്ടല്ലേ നാവിനെ ആ രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചത്. നാവിനെ അള്ളാഹു സൃഷ്ടിച്ചതുപോലെ സൃഷ്ടിച്ച ഒരു അവയവം ഏതാണ്? നാവിനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോ അതിന് ആദ്യം രണ്ട് അടപ്പ് പോലെ, സ്വർണമൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു പെട്ടി പോലെ മേൽഭാഗത്തും താഴ്ഭാഗത്തും ഒരു സംവിധാനം അള്ളാഹു ഒരുക്കി. പിന്നെ പെട്ടെന്ന് പുറത്തേക്ക് ഇടാതിരിക്കാൻ ഒരു 10-28 കാവൽക്കാരെ നിർത്തി. അതാണ് പല്ല്. ചിലർക്ക് കാവൽക്കാർ കൂടുതലുണ്ടാവും, 32 ഉണ്ടാവും. അത് കുറച്ചേറെ കാവൽക്കാരുള്ള കൊടുത്തുകൊണ്ടാണ് പല്ലിനെ അള്ളാഹു തആല നിർത്തി. പെട്ടെന്ന് പുറത്തേക്ക് ചാടിക്കരുത്. പിന്നെയും പോരാ, അതിന് പുറമെ 2 അടപ്പായിട്ട് അള്ളാഹു തആല മേലെയും താഴെയും 2 അടപ്പായിട്ട് 2 ചുണ്ടും കൊടുത്തു. ഇങ്ങനെ ഭദ്രമായി സുരക്ഷിതമാക്കാൻ ഒരു അവയവം അള്ളാഹു ഇങ്ങനെ വെച്ചത് ഏതാ ശരീരത്തിൽ? സ്വകാര്യ അവയവത്തിന് പോലും ഇങ്ങനെ ഒരു മറ അള്ളാഹു തന്നിട്ടില്ല. ആ നാവിലൂടെയാണ് അധികം ദോഷങ്ങളും വരുന്നത്. നാവിനെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ. നാവിനെ സൂക്ഷിച്ച ആളാണ് എന്നാലേ ആള് മുന്നോട്ട് പോകട്ടെ എന്ന് പറയും. ഗൈബത്തും നമീമത്തും ഷഹാദത്തു സൂറുമൊക്കെ നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഖിയാമത്ത് നാളിനോട് അനുബന്ധിച്ച് വരുന്ന അടയാളങ്ങൾ എണ്ണിപ്പറഞ്ഞപ്പോ തങ്ങൾ എണ്ണിപ്പറഞ്ഞ ഒന്നാണ് ഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യം എന്ന് പറയുന്നത്. അവിഹിതമായ ഒരു വിഷയത്തിനും സാക്ഷി നിൽക്കാൻ പോകരുത്. എത്ര കിട്ടും ലാഭം എന്ന് എങ്ങനെ കണ്ടാലും ശരി, നമ്മൾ പോകാനോ ഒപ്പിടാനോ തുനിയാൻ പാടില്ല. എത്ര ആളുകളായി ഇപ്പൊ കുടുങ്ങിയത് നോക്ക് നിങ്ങള്. നടന്നൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളല്ലേ കുടുങ്ങിയത്. എത്ര ആളുകളെയാണ് സാക്ഷി വിസ്തരിച്ചത്? ഇനി എത്ര ആളുകളെയാ വിസ്തരിക്കാനുള്ളത്? കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മൊത്തം പിടികൂടിയത് 1.5 ലക്ഷം ആളുകളെയല്ലേ. ആ ബിസിനസ്സിൽ കുടുങ്ങിയിട്ട് ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിട്ട് കൊടുത്തിട്ട് കാര്യലാഭത്തിന് വേണ്ടി നിന്ന ആളുകൾ. നഊദുബില്ലാഹ്, അങ്ങനെ മനുഷ്യനെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ഇടപാടുകൾ പലതും രംഗപ്രവേശനം ചെയ്തു വരും. ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങണം, അല്ലെങ്കിൽ കാര്യം വഷളായി പോകും. അതും കഴിഞ്ഞ് 6-ാമത്തെ സ്ഥലത്ത് എത്തുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, അയൽവാസിയുമായിട്ട് അയാളെ ബന്ധം എങ്ങനെ? അയൽവാസിയെ നന്നായി പരിരക്ഷിച്ച് സൂക്ഷിച്ച ആളാണോ? അയൽവാസി പിടുത്തം കൊടുക്കാതെ പിടിക്കുന്നൊരു ദിവസമാണത്. ദുനിയാവിൽ അവനോട് എന്തെങ്കിലും വൃത്തികേട് ചെയ്തെങ്കിൽ
ആ വൃത്തികേടിന് വേണ്ടി പിടികൂടുന്നൊരു ദിവസമാണത്. എനിക്കുള്ള ഹക്ക് പടച്ചോനെ അവൻ വീട്ടിയിട്ടില്ല എന്ന് അയൽക്കാരൻ തുറന്നു പറയും. എന്താണ് നിനക്കുള്ള ഹക്ക്? ഞാൻ അവനോട് അവന്റെ കിണറ്റിൽ നിന്ന് വെള്ളം ചോദിച്ചു. 10, 20, 25 ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളമുണ്ടായിട്ട് വേനൽ തുടങ്ങിയപ്പോ എന്റെ കിണറ്റിലെ വെള്ളം പറ്റി. അയൽക്കാരൻ എന്ന നിലക്കൊന്ന് വെള്ളം ചോദിച്ചപ്പോ അവൻ എനിക്ക് വെള്ളം തടഞ്ഞുപോയി. എന്നോട് എടുക്കണ്ട എന്നവൻ പറഞ്ഞു. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ വടിമുടക്കിയവരില്ലേ? അതുപോലെ തന്നെ സ്ഥലം മുടക്കിയവരില്ലേ? സ്ഥലത്തിന്റെയും വഴിയുടെയും പേരിൽ യുദ്ധങ്ങളും കലഹങ്ങളും നടത്തിയവരില്ലേ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ കുടുങ്ങിപ്പോയാൽ അവിടെ തന്നെ കുടുങ്ങും, പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. 6ാമത്തെ സ്റ്റേജും കഴിഞ്ഞ് 7ാമത്തെ സ്ഥലത്ത് എത്തുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അവൻ സ്വാദിഖാണോ കാദിബാണോ? സത്യവാനായിട്ട് അവനെ പറയാൻ പറ്റുമോ? അതല്ല കള്ളം പറയുന്ന ആളായിട്ടാണോ അവനെ കൂട്ടാൻ പറ്റുന്നത്? കളവ് പറയുന്ന മേഖലയിൽ ആളുകൾ കൂടി പോകുന്നു. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കിട്ടുന്ന ഒരു വാർത്ത നേരല്ലാത്തതോ എന്ന് നോക്കാതെ ബട്ടണമർത്തുന്ന ആളുകളാണ് ഈ കാലത്ത് കുറെ എണ്ണം. എത്രത്തോളം എന്നറിയോ നിങ്ങൾ? നാട്ടില് ഉദാഹരണമായിട്ട് പറഞ്ഞ ഇവിടെ അല്ല കേട്ടോ, നമ്മളെ നാട്ടിൽ കേരളത്തിൽ ഒരു സ്ഥലത്ത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത ഒരാൾ ഗുരുതരമായ ഒരു പ്രശ്നത്തിൽ അയാളെ വെന്റിലേറ്ററിൽ കയറ്റി ദ്വാരക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദേശം വന്നു. അയാളെ കുടുംബത്തിന്റെ സന്ദേശമാണ്, സഹോദരന്റെ ദ്വാരക്കണം, ഇങ്ങനെ ഒരു അത്യാസന്റെ നിലയിലാണ്. ഇതറിഞ്ഞപ്പോ വേറൊരാൾ അതിന്റെ താഴെ വേറൊരു മെസ്സേജ് വിട്ടു. ആ മെസ്സേജ് ഗൾഫിലൊക്കെ പരന്നുപോയി. എന്ത്? നമ്മളെ വെന്റിലേറ്ററിൽ കഴിയുന്ന ആള് അല്പസമയം മുമ്പ് മരിച്ചുപോയി. അയാള് മരിച്ചിട്ടില്ല സഹോദരങ്ങൾ, എപ്പോഴും ആള് ഹയാത്തിലുണ്ട്. പക്ഷെ ആ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് എത്ര ആളുകൾ എടുത്തുക്കാ പോയത്? സത്യസന്ധമായ റിപ്പോർട്ടല്ലല്ലോ അത്. എന്താ ഒരാളെ മരിപ്പിക്കായിട്ട് എത്ര ബുദ്ധിമുട്ട്? അതൊക്കെ കിട്ടി ലാസ്റ്റ് വിട്ടാ പോരെ? അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ വിടൂലേ? പിന്നെ ഗൾഫിൽ നിന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഫോൺ ചെയ്തപ്പോ അതിൽ ഒരു ഫോൺ കോൾ വന്നത് ഈ രോഗിയായി വെന്റിലേറ്ററിൽ കിടന്ന ആളെ ഫോണിലേക്കാണ്. കുറച്ച് സുഖം പ്രാപിച്ച അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് തിരിച്ചു വരുമ്പോ അയാൾ ഫോൺ എടുക്കുമ്പോ അയാളോട് തന്നെ നേരിട്ട് ചോദിക്കുന്നത്, ഇയാൾ മരിച്ചിട്ട് എപ്പോഴാണ് ആളെ മറവ് ചെയ്തത്? ജീവിച്ചിരിക്കുന്ന ആളോട് തന്നെ ചോദിച്ചത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഇനിയിപ്പോ ഷാബാ മാസത്തിന്റെ അവസാനം, മാസം കണ്ടോ കണ്ടില്ലേ എന്നുള്ള വിഷയം വരും. അപ്പോഴേക്ക് തുടങ്ങും ഒരാൾ റിപ്പോർട്ട്, മാസം കണ്ടിട്ടില്ല, തൽക്കാലം മറ്റന്നാൾ റമദാനായി നിശ്ചയിച്ചു. എന്നാ ഒരു ദിവസത്തെ റാവി അവിടെ ഒഴിഞ്ഞിട്ടുമല്ലോ. പെരുന്നാളാകുമ്പോൾ കുറച്ച് നേരത്തെ മാസം കണ്ടു, അതുകൊണ്ട് എല്ലാവരും വേഗം പോയി ഇറച്ചിയും മറ്റൊക്കെ വാങ്ങി റെഡിയാക്കണം. അപ്പൊ റിപ്പോർട്ട് വന്നു, മാസം കണ്ടിട്ടില്ല, അതുകൊണ്ട് പെരുന്നാൾ ഇന്നല്ല മറ്റന്നാളാണ്, നാളല്ല മറ്റന്നാളാണ്. എന്തിനാണ് ഈ റിപ്പോർട്ട് വേഗം എഴുതി വിടുന്നത്? അതിന്റെ പിന്നാലെ ബാക്കിയുള്ളവർ ബട്ടണമർത്തുന്നത് എന്തിനാണ്? ഒരു വാർത്ത, സത്യസന്ധമല്ലാത്ത ഒരു വാർത്ത പ്രചരിപ്പിച്ച് അത് അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിച്ച കാരണം ആ വാർത്ത കേട്ടിട്ടൊന്ന് ചിരിച്ചതിന്റെ പേരിലാണ്, നിങ്ങൾ ചിരിച്ചതിന്റെ പേരിലാണ് പരിശുദ്ധ ഇസ്ലാം 2 സ്വഹാബിമാർക്കും ഒരു സ്വഹാബി വനിതക്കും 60 അടി, 60 120 അടി, 80 160 അടി ഹദ്ദടിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി മുനാഫിഖുകൾ ഒരു വിവരം പറയാം, അത് സത്യമല്ല. ആ വിവരം പറയുന്നത് കേട്ടിരുന്ന് ചിരിച്ചിട്ടേ ഉള്ളൂ, പറഞ്ഞിട്ടില്ല. കേട്ടിരുന്ന് ചിരിച്ചിട്ടേ ഉള്ളൂ. ആര്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു, ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ചിരി ഒരു സമ്മതത്തിന്റെ അടയാളല്ലേ? അതെ. ആ ചിരിയുടെ പേരിലാണ് ആ 3 പേർക്കും ഹദ്ദ് കിട്ടിയത്. ഒരാളെ ഇല്ലാത്തൊരു സംഗതി പറഞ്ഞ് വ്യഭിചാരോപണം നടത്തിയാൽ തന്നെ, സാധാരണ ആളുകളെ നടത്തിയാൽ തന്നെ 80 അടിയാണ്. ഇത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പെട്ട മഹദി ആയതുകൊണ്ട് ഡബിൾ ആണ്, അതുകൊണ്ട് 160 അടി. എന്തിന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. എഴുതിയോ? എഴുതിയിട്ടില്ല. മെസ്സേജ് കൊടുത്തോ? കൊടുത്തിട്ടില്ല. ചിരിച്ചതിൽ. അപ്പൊ ഇതിന്റെ ഗൗരവത്രേ. അപ്പറഞ്ഞ കളവ്, മുനാഫിക്കുകളെ പറഞ്ഞ കളവാണ്. ആ കളവ് കേട്ട് ചിരിച്ചതിനാണ് ഇപ്പൊ ഇത് കിട്ടിയത്. അപ്പൊ പറഞ്ഞാലും അത് മെസ്സേജ് അയച്ചാലും വിട്ടാലും എത്ര ഉണ്ടാവും?
അത് ചെറിയ ചോദ്യമായി കരുതരുത്. 7ാമത്തെ ചോദ്യമാണ്, ആള് സ്വാദിഖാണോ കാദിബാണോ. സിദ്ഖ് മാത്രം പറയണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ആ 7 ഘട്ടവും കഴിഞ്ഞ് നമ്മളെ മീസാൻ അവസാനമായി തൂക്കുന്ന സമയത്ത് മീസാൻ കനം തൂങ്ങണം. മീസാൻ ഏറ്റവും കനം തൂങ്ങുന്ന ഒരു വിഷയമാണ്, വളരെ എളുപ്പമുള്ളൊരു സംഗതിയാണ് തസ്ബീഹ് വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. തസ്ബീഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. തസ്ബീഹ് വർദ്ധിപ്പിക്കുക. സുബഹിന്റെ ശേഷവും മഗ്രിബിന്റെ മുമ്പൊക്കെ തസ്ബീഹ് ചെല്ലുന്നതിന് വലിയ മഹത്വമുണ്ട്. തസ്ബീഹ് വർദ്ധിപ്പിക്കുക. സഖീലത്താന ഫിൽ മീസാൻ എന്ന് തങ്ങൾ പറഞ്ഞില്ലേ, അതിനേക്കാളും മീസാനിൽ കനം തൂങ്ങുന്ന മറ്റൊരു സംഗതിയാണ് അഫ്തലു മാ യുളഉ ഫിൽ മീസാൻ ഹുസ്നുൽ ഖുലുഖ്. സൽസ്വഭാവത്തോടുകൂടെ ജീവിക്കുക. മീസാനിൽ നല്ല കനം തൂങ്ങുന്ന അമലാണ് സൽസ്വഭാവം സ്വീകരിക്കുക. സൽസ്വഭാവം ഒരാളിലുണ്ടോ, മീസാൻ ഇങ്ങനെ കനം തൂങ്ങി വരും. ചിലപ്പോൾ നിസ്കാരം ആൾക്ക് കുറവായിരിക്കും. നിസ്കാരം ഒന്നുമല്ല ആളിൽ കൂടുതൽ കാണുന്നത്, കുറഞ്ഞ ആളെ ജീവിച്ചിട്ടുള്ളൂ. പിന്നെ എന്താ അത്രയും അധികം കനം കൂടാൻ കാരണം? ആളെ സൽസ്വഭാവം. ഹുസ്നുൽ ഖുലുഖ് അത്രയും വലുതാണ്, വലിയ അമലാണ് സഹോദരങ്ങളെ ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയുന്നത്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ കാണുന്ന മാത്രയിലും ഒരാളോട് പെരുമാറുന്ന രൂപത്തിലും മാത്രമല്ല, ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്തിലും ഒരു വെറുപ്പില്ലാതെ, ഒരു കുശുമ്പില്ലാതെ, ഒരു ഐബില്ലാതെ നല്ല മനസ്ഥിതി സ്വീകരിക്കുക നല്ല സ്വഭാവമാണ്. നിങ്ങളെ ഒപ്പം ജീവിച്ചൊരു കൂട്ടുകാരൻ പുറത്തുപോയി 2-3 കൊല്ലം അധ്വാനിച്ച് നല്ല ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ ആയി വന്ന് നാട്ടിൽ വന്നൊരു 10-20 സെന്റ് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ച് ഒരു വാഹനമൊക്കെ വാങ്ങി അവനിങ്ങനെ പോകുമ്പോൾ നിങ്ങൾ പറയണം അൽഹംദുലില്ലാഹ്, നല്ല സന്തോഷം. പറയാൻ കഴിയോ? അൽഹംദുലില്ലാഹ്, നല്ല റാഹത്ത്, നല്ല ജോലിയൊക്കെ കിട്ടി, നല്ല വീടൊക്കെ ഉണ്ടാക്കി. കണ്ടില്ലേ നമ്മളെ കൂട്ടുകാരൻ വാഹനത്തിൽ പോകുന്നു. ആ പോകുമ്പോ തന്നെ കണ്ണൊന്ന് മിന്നി, മുഖത്തിന്റെ കളറൊക്കെ ഒന്ന് മാറി, ഒന്നിങ്ങനെ ഒരു ഇടങ്ങേറിച്ച് നോട്ടാ നോക്കുന്നത്. എന്നാ സൽസ്വഭാവമല്ല. സ്വഭാവം മാറി, രൂപം മാറി, ഭാവം മാറി. നല്ല സ്വഭാവം സ്വീകരിക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു കൊടുത്തൊരു നിയമത്തല്ലേ, നമുക്കെന്തിനത് കണ്ണുകടി വേണം? ഒരാൾ രക്ഷപ്പെട്ടല്ലേ, അൽഹംദുലില്ലാഹ്, സന്തോഷമായി എന്നല്ലേ കൂട്ടേണ്ടത്. ഒരാൾക്ക് നല്ലൊരു ജോലി കിട്ടി, അനക്കങ്ങനെ ജോലി കിട്ടിയോ? ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലല്ലോ. എങ്ങനെ അങ്ങനത്തെ ജോലി കിട്ടിയത്? അത്ര വലിയ ജോലിയോ? അതിശയിച്ചുകൊണ്ട് നീ അജബായിക്കൊണ്ട് കിട്ടിയതിൽ നിനക്ക് മനസ്സിൽ ഇടങ്ങേറ് വേണ്ട. ജോലി കിട്ടി, അൽഹംദുലില്ലാഹ്, സന്തോഷം, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നിലനിർത്തി തരട്ടെ എന്ന് അവനോട് ദ്വാരുന്നുകൊണ്ട് സന്തോഷം പറയാനല്ലാതെ കിട്ടിയ ജോലി നിനക്ക് ഇടങ്ങേറ് വേണ്ട, അയാൾക്കൊരു ജോലി കിട്ടിയതല്ലേ, നല്ല റാഹത്തോടെ ജീവിച്ചോട്ടെ എന്നൽക്ക് സന്തോഷം പറയാം. അത് സൽസ്വഭാവത്തിൽ ഏറ്റവും പ്രത്യേകതയാർന്നൊരു സ്വഭാവമാണ്. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് സൽസ്വഭാവം ഉണ്ടാകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു 3 കാര്യം. 1 എന്താണെന്നറിയുമോ? നിന്നോട് അന്യായം പറഞ്ഞവരോട്, ചെയ്തവരോട് മാപ്പ് കൊടുക്കാനുള്ള മനസ്സ്. ആരാണോ നിന്നോട് അന്യായം ചെയ്തത്, അതിക്രമം ചെയ്തത്, പറഞ്ഞത്, അവരോട് പുറത്തു കൊടുക്കാനുള്ള മനസ്സ്. സ്വന്തക്കാരനാകട്ടെ, കുടുംബക്കാരനാകട്ടെ, അന്യവരാകട്ടെ, ആരാകട്ടെ, ചെയ്ത ദുൽമിന് മാപ്പ് കൊടുക്കാനുള്ള മനസ്സ്. 13 വർഷക്കാലം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും മർദ്ദനങ്ങൾക്ക് ഇനി ഒരു കയ്യും കണക്കുമില്ല, A to Z എല്ലാ മർദ്ദന മുറകളും നടത്തിയവർക്കല്ലേ 8 വർഷം മദീനയിൽ താമസിച്ച് മക്കയിൽ വന്നപ്പോ വിശാലമായ മാപ്പ് കൊടുത്തത്. ചെറിയ അഫുവല്ലല്ലോ തങ്ങൾ കൊടുത്തത്, വിശാലമായ മാപ്പല്ലേ. ശിക്ഷയല്ലല്ലോ തങ്ങൾ പ്രഖ്യാപിച്ചത്, പ്രതികാരമല്ലല്ലോ തങ്ങൾ എടുത്തു പറഞ്ഞത്, മാപ്പല്ലേ. സഹോദരങ്ങളെ, ആ അഫു ഏറ്റവും വലിയ സ്വഭാവമാണ്. സൽസ്വഭാവത്തിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് അഫ്ളലു അഖ്ലാഖിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ സ്വഭാവങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവം അൽ അഫൂ, വിട്ടുവീഴ്ച ചെയ്യലാണ്. റമളാനായ നോക്കി നിങ്ങൾ അവസാന 10 കണ്ണീരൊലിപ്പിച്ച് പലരും പറയും, ഇന്നിപ്പോ പറഞ്ഞില്ലേ, പടച്ചോനെ എനിക്ക് മാപ്പായിക്കൊണ്ടാ. റമളാനായ പറയും അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ. അപ്പൊ അല്ലാഹു തആല പറയും, നീ മറ്റേ ആൾക്കൊന്ന് വിട്ടുകൊടുക്കോ, നിന്റെ അടുത്താക്ക്. അയാൾ നിന്നോട് ചെയ്ത് 2-3 പ്രാവശ്യം വന്ന് മാപ്പാക്കാൻ പറഞ്ഞിട്ടും നീ ഇങ്ങനെ ഉറച്ച ലെവലിൽ നിൽക്കല്ലോ, ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കോ, മാപ്പ് കൊടുക്കോ? അത് കഴിയൂല പഠിച്ചോനെ. എന്നാ അവിടെ നിൽക്കട്ടെ. അത് ശരി,
എന്റെ മാപ്പൊക്കെ വേണം, നിനക്ക് വിട്ടുവീഴ്ച ചെയ്യാനൊരു ഒരുക്കമില്ലല്ലേ. നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അല്ലാഹു തആല നമുക്ക് വലിയ വിട്ടുവീഴ്ച തരും. അങ്ങനെയാണ് അതിന്റെ മാർഗം. വിട്ടുവീഴ്ച മനോഭാവം, മാപ്പ് കൊടുക്കാൻ, പുറത്തു കൊടുക്കാനുള്ള മനോഭാവം. അത് ഭാര്യമാരോടും വിട്ടുവീഴ്ച ചെയ്യണം, മക്കളോടും വിട്ടുവീഴ്ച ചെയ്യണം, സഹോദരി സഹോദരന്മാരോടും ഒക്കെ വിട്ടുവീഴ്ച ചെയ്യണം. ഏറ്റവും വലിയ വിട്ടുവീഴ്ചയല്ലേ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം നൽകിയത്. 10 ജ്യേഷ്ഠന്മാർക്കും എത്രമാത്രം വലിയ വിട്ടുവീഴ്ച നോക്ക് നിങ്ങൾ. ആ 10 ജ്യേഷ്ഠന്മാരും ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പയിൽ നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. തന്റെ ശരീരത്തിലെ വസ്ത്രം പോലും അഴിച്ചു മാറ്റിയവര് പിന്നെ അവരെ കാണുന്നത് 10-70 വർഷം കഴിഞ്ഞിട്ടാണ്. റേഷൻ വാങ്ങാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് വന്നപ്പോഴാണ് ജ്യേഷ്ഠന്മാരാണ്, സഹോദരങ്ങളാണ് ആ വന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോ സൗജന്യമായിട്ടല്ലേ അവർക്ക് ഭക്ഷണം കൊടുത്തത്. അവരിൽ നിന്ന് അന്നത്തെ ആ റേറ്റിനനുസരിച്ചുള്ള വില വാങ്ങിയില്ല. വലിയ വിട്ടുവീഴ്ചയാണ്. മൂന്നാമത്തെ ഘട്ടത്തിൽ തിരിച്ചറിവുണ്ടായപ്പോഴും അപ്പുറത്ത് കാണുന്ന ജയിലിൽ ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും അവരെ ജയിലിൽ അകപ്പെടുത്താതെ പൂർണ്ണമായും അവർക്ക് മാപ്പ് ചെയ്തു കൊടുത്തില്ലേ. രാജാവിന്റെ കസേര സ്ഥാനം കിട്ടിയിട്ട് പോലും സ്വന്തം സഹോദരന്മാരെ പീഡിപ്പിച്ചോ ഇല്ല, മർദ്ദനത്തിനിരയാക്കിയോ ഇല്ല, അകറ്റി നിർത്തിയോ ഇല്ല. കൊട്ടാരത്തിലാണ് പിന്നീട് അവരുമായി താമസിച്ചത്. 25 വർഷക്കാലം യൂസുഫ് നബി അലൈഹിസ്സലാം ആ സഹോദരന്മാരുടെയും അവരെ കുടുംബത്തോടും ഒപ്പം പിന്നെ താമസിച്ചത് കൊട്ടാരത്തിലാണ്. സഹോദരങ്ങളെ, അത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന വിട്ടുവീഴ്ചയുടെ വലിയ ഉദാഹരണമാണ്. ഇരിക്കട്ടെ, രണ്ടാമത്തെ സ്വഭാവം, നിനക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദിച്ചിട്ട് തരാത്തവരുണ്ടോ? അവർക്കൊരാവശ്യം വന്നപ്പോ നിന്നോട് വന്ന് ചോദിച്ചു. നിന്റെ മനസ്സിൽ ആ കറ നേരത്തെയുണ്ട്. 10 വർഷം മുമ്പ് എനിക്കൊരാവശ്യം വന്നപ്പോ ഞാൻ അവരോട് ചോദിച്ചു, അവന്റെ കയ്യിൽ തരാനുണ്ടായിരുന്നു, പക്ഷെ അന്ന് തന്നില്ല. ഇന്ന് അവനൊരാവശ്യം വന്നിട്ട് അവൻ ഇങ്ങനെ വന്നിരിക്കാണ്. അതൊന്നും നീ എടുത്തു പറയാതെ, അതൊന്നും ചിന്തിക്കാതെ അങ്ങോട്ട് കൊടുക്കാനുള്ള മനസ്ഥിതി, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം. ആ ഒരു മനസ്ഥിതി നല്ല സ്വഭാവമാണ്. ഞാൻ ചോദിച്ചിട്ട് തന്നില്ലല്ലോ, ഞാൻ വിളിച്ചിട്ട് വന്നില്ലല്ലോ, എന്റെ വീട്ടിലെ പരിപാടിക്ക് വിളിച്ചിട്ട് നീ വന്നോ, അതുകൊണ്ട് നിന്റെ വീട്ടിലെ പരിപാടിക്ക് ഞാനും വരൂല. അങ്ങനെയല്ല തീരുമാനിക്കേണ്ടത്. ഇങ്ങോട്ട് നിസ്സഹകരണം പാലിച്ചവനോട് അങ്ങോട്ട് സഹകരണ മനോഭാവം പുലർത്തിയിട്ട് നല്ല സ്വഭാവമാണ് നീ ശീലമാക്കി എടുക്കേണ്ടത്. മൂന്നാമത്തത്, ബന്ധം ചേർത്തിരുന്ന നല്ല കുടുംബങ്ങളിൽ ബന്ധവിച്ഛേദനം വന്നുപോയാൽ, ബന്ധം മുറിഞ്ഞുപോയാൽ അത് ചേർക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകണം. ആ നല്ല സ്വഭാവവും ഈ 3 തരത്തിലുള്ള സ്വഭാവവും സൽ സ്വഭാവത്തിന്റെ വലിയ അടയാളങ്ങളാണ്. ഹുസ്നുൽ ഖുലുഖോടെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ മീസാന്, അതിന്റെ തുലാസ് ഇങ്ങനെ കനം തൂങ്ങിപ്പോകുമ്പോ എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടു നിൽക്കുന്ന ആളുകൾ ചോദിക്കുമ്പോ മലക്കുകൾ പറയും, മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. നാളെ ആഖിറത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തിരിക്കണോ? തങ്ങൾ എന്തേ പറഞ്ഞത്? ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, വ അഖ്റബിക്കും മിന്നീ മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ അടുത്ത് വന്നിരിക്കാൻ കഴിയുന്നവര്, അഹാസിനുക്കും അഖ്ലാഖാ, നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നവരാണ്. നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നവർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുപ്പം കിട്ടുന്നത്, അടുത്തേക്ക് അടുക്കാൻ കഴിയുന്നത്. നമ്മളെ ആഗ്രഹമല്ലയോ തങ്ങളെ ഒന്ന് കാണലും അടുത്തിരിക്കലും ഒന്ന് മുസാഫഹത്ത് ചെയ്യലും അടുപ്പം പാലിക്കലും, അതിന് സ്വഭാവങ്ങളും ശൈലികളും ഒക്കെ ഒന്ന് പരിഷ്കരിച്ച് അവിടുന്ന് പഠിപ്പിച്ച നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.